ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവിൻ്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടട്ടെ. അഭിഷേകം വെളിപ്പെടട്ടെ. അഭിഷേകം അങ്ങ് വ്യാപരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകം അതിൻ്റെ ഗ്ലോറിയിൽ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്ന സമയത്ത് അന്ധകാര ശക്തിയുടെ എല്ലാ കെട്ടുകളും വിട്ടു. ആ ഗ്ലോറി, പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ അഭിഷേകം, അത് അതിൻ്റെ ഫുൾനെസ്സിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പറയേണ്ടത്. യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ തൊട്ട് പിന്നാലെ കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം കർത്താവ് ഉത്ഥാനം ചെയ്ത ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഞാൻ എന്താ അവർക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞത് എല്ലാവരും അറിയണം. ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തി അതിനു മുമ്പല്ല പറഞ്ഞത്, ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിട്ടാണ് അത് പറഞ്ഞത്. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തം ആകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ആള് മാറിയവനെ പോലെയാകും. അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട കൃപ ഇതാ നിങ്ങൾക്ക് വീണ്ടും ആ കൃപയുടെ അഭിഷേകം, ദാറ്റ് ഫുൾനെസ് ഓഫ് ഹിസ് മേഴ്സി നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ട വില മുഴുവൻ ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ബോധ്യത്തിൽ ഈശോയുടെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ സാക്ഷിയായ അമ്മ മാതാവും അതിൻ്റെ സാക്ഷിയായ യോഹന്നാൻ സ്ലീഹയും കർത്താവിൻ്റെ ശിഷ്യന്മാരടക്കം 120 പേര് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റ് പോലെ, അതായത് ഈ കൊടുങ്കാറ്റിൽ നിന്ന് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അത് കാണാനുള്ള കാരണം യഥാർത്ഥ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുങ്കാറ്റ് പോലെ നമ്മൾ ഓരോരുത്തരിലും നിറയപ്പെടട്ടെ. അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അതായത് ദൈവം അത്രമാത്രം ആഗ്രഹിക്കുകയാണ്. കൊടുങ്കാറ്റ് പോലെ പവർഫുള്ളായിട്ട് മനുഷ്യനിൽ വന്ന് നിറയുക, വസിക്കുകയാണ് കൊടുങ്കാറ്റിന്റെ ശക്തി. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ദുഷ്ടാരൂപീനെയും വിൻഡായിട്ടാണ് കാണുന്നത്. വിൻഡ് ഒരു പല സ്ഥലത്തും നമ്മൾ കാണുന്നത് പൈശാചിക അരൂപി. ചില സ്ഥലത്തു കൂടെ ഒക്കെ പോകുമ്പോൾ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. അല്ലെങ്കിൽ അതൊരു അരൂപി നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും, സെൻസ് ചെയ്യും, കാറ്റ് പോലെ. ഇവിടെ ദൈവാത്മാവിനെ പറയുകയാണ്, when the spirit of the Lord comes like a mighty rushing wind, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ, ഒരു ഹ്യൂറിക്കെയിൻ പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ആ കൊടുങ്കാറ്റ് അറിയാതെ, കൊടുങ്കാറ്റിന് മുൻപിൽ ദുഷ്ടാരൂപിയുടെ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റ് നിന്റെ വീട്ടിൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റ് നിന്റെ ആത്മമണ്ഡലത്തിൽ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ബിസിനസ്സിൽ പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റ് നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റ് നിറയപ്പെടട്ടെ. ആഫ്രിക്കയിലും ലോകത്തിലെ പല ഭാഗങ്ങളിലും, ഇന്ത്യയിലും പല സ്ഥലങ്ങളിലൊക്കെ, ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റിന്റെ അഭിഷേകം അത് വെളിപ്പെടുന്നത് കാണുവാനിടയായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അനുഭവിക്കാനിടയായിട്ടുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കൊടുങ്കാറ്റിന്റെ അഭിഷേകം വെളിപ്പെടുന്ന സമയത്ത് ഇൻഫീരിയർ ആയിട്ടുള്ള എല്ലാ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളും കത്തിച്ചാമ്പലായി പോകും. വലിയൊരു സമാധാനം കടന്നു വരികയാണ്, വലിയൊരു സമാധാനം. അത് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പം ലോകം തരുന്നത് പോലെ അല്ലാത്ത ആ ദിവ്യ സമാധാനം അനുഭവിക്കുവാൻ ഓൾ വി നീഡ് ഈസ് ടു സറണ്ടർ ആൻഡ് ആസ്ക് ഹോളി സ്പിരിറ്റ് ടുനൈറ്റ് ഫിൽ മീ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ശിഷ്യന്മാർക്ക് ലഭിച്ചതുപോലുള്ള ധൈര്യം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് എന്നുള്ളത് റിയലാണ്. പരിശുദ്ധാത്മാവ്, ഈ കൊടുങ്കാറ്റ്, ഈ ആത്മാവിന്റെ ശക്തി റിയൽ. ഇന്നും ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് യേശു പിതാവിന്റെ വാഗ്ദാനം ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് തന്നിട്ട് പോയ സഹായകനാണ്. പരിശുദ്ധാത്മാവാൻ ദൈവം. ആ ദൈവം ഇന്ന് നമ്മളോടൊപ്പം ഭൂമിയിൽ സഭയോടൊപ്പമുണ്ട്. യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്, സഭയുടെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളോടൊപ്പം പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത്, വചനം
ബലത്തിൽ മുറുകെ പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദുഷ്ടന്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറും. ചിലപ്പം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കും, പറയാറുണ്ട്, ബ്രദറെ ഞങ്ങളുടെ വീട് വെച്ച സ്ഥലത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്, ബന്ധനമാണ്, ഒരുപാട് പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു നോക്കി, ബ്രദറും കൂടെ പ്രാർത്ഥിക്കണം. അപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അതായത് ഇവരുടെ ആശ്രയം ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു വൈദികൻ, ഒരു ബ്രദർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലാണ്. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഒത്തിരിയും പേര് പ്രാർത്ഥിച്ചു നോക്കി അഴിയുന്നില്ല, അപ്പം ഇനി ആ ബ്രദറിനെയും കൂടെ ഞങ്ങൾക്കൊന്ന് പരീക്ഷിക്കാം. അപ്പോൾ അവിടെ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ വചനം കേൾക്കും, ഇത്രമാത്രം നിങ്ങൾ ആരാൻ തിരിച്ചറിയുക, നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി തിരിച്ചറിയുക. ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയായ നിങ്ങളുടെ ആത്മാവിനൊരു ശക്തിയുണ്ട്. യു ആർ വെരി പവർഫുൾ. ആ പവർഫുള്ളായ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ ശക്തി വരുമ്പോൾ, ആ കൊടുങ്കാറ്റിന്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, ഈ ഭൂമിയിലുള്ള എല്ലാ ദുഷ്ടാരൂപിയുടെ ശക്തികളും, പ്രപഞ്ച ശക്തികളും, ലോകശക്തികളും ഇൻഫീരിയർ ആയി പോകും. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് വാഴുവാൻ സാധിക്കും. ഇതാണ് ദ ഹെവൻ ഡിസൈൻഡ് ലൈഫ് ഫോർ എവറി ഹ്യൂമൻ. സ്വർഗം ഡിസൈൻ ചെയ്ത ലൈഫ് അതാണ്. പക്ഷെ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയി. എന്നാൽ ദൈവം ഇപ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ നൽകുന്നതും ഈ അഭിഷേകത്തിന്റെ ജീവിതമാണ്. അപ്പോൾ അഭിഷേകത്തിൽ നിറഞ്ഞ് ദുഷ്ടാരൂപിയുടെ മേൽ യേശു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ലൂക്കാ 10:19. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തിന്റെ മുകളിൽ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടി നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ അധികാരത്തിൽ നിങ്ങളുടെ കൂടെയുണ്ട്, ആ അധികാരം നിങ്ങൾക്കുണ്ട്. ആ അധികാരത്തിന്റെ അഭിഷേകത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ കർത്താവിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയ സമയത്ത്, അന്ന് പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ട്യൂഷൻ ഫീസിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു പോർഷൻ ഫീസൊക്കെ ലോണൊക്കെ എടുത്ത് പോയി, പിന്നെ ബാക്കി നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് പൈസ കുറവാണ്. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള അക്കോമഡേഷനാണ്, അല്ലെങ്കിൽ വലിയ വാടകയില്ലാത്ത അക്കോമഡേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ സ്ഥലത്തെ അവർ സ്ഥലം വിൽക്കാനിട്ടേക്കാണ്. അപ്പോൾ അടുത്ത ഒരു പുതിയൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും അക്കോമഡേഷൻ കിട്ടി, എനിക്ക് എത്ര നോക്കിയിട്ട് അക്കോമഡേഷൻ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് ഒരു അക്കോമഡേഷൻ കിട്ടി. അപ്പം ആ അക്കോമഡേഷൻ എനിക്ക് അവിടെ ചെന്നപ്പോഴേ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്തു. അസ്വസ്ഥത എന്തൊരു ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം ഉള്ള പോലെ, ആ സ്ഥലത്തുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ വേറെ ഒരു സ്ഥലവും കിട്ടുന്നില്ല. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ സ്ഥലത്ത് റെന്റ് ചെയ്യാൻ ഉള്ളൊരു പ്രേരണ കിട്ടുന്നുണ്ട്. ഞാൻ വേറെ ആരോടും ഒന്നും ചോദിക്കാനൊന്നും പോയില്ല. ഞാൻ ആ അക്കോമഡേഷൻ ഗ്രീൻ സ്ലോപ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അക്കോമഡേഷനിൽ കയറി. വളരെ തുച്ഛമായ റെന്റായിരുന്നു. ഇന്നിപ്പോൾ ആ റെന്റിലൊന്നും ഒരു സ്ഥലത്ത് വാടകയ്ക്ക് ആ വീടൊന്നും കിട്ടത്തില്ല. എന്നാൽ ആ റെന്റിൽ ഒരു റൂം വേറെ 1-2 പേര് അപ്പുറത്തൊക്കെ ഉണ്ട്. ആ റൂം റെന്റ് ചെയ്ത് അവിടെ താമസിക്കുവാണ്. ചില ദിവസങ്ങളിൽ ഭയങ്കര അസ്വസ്ഥത, ആ റൂമിനകത്ത് എന്തൊക്കെയോ അസ്വസ്ഥതകൾ. അപ്പം അന്ന് എനിക്ക് അറിയാമല്ലോ എങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് കർത്താവേ ഈ അസ്വസ്ഥയെ മാറ്റിത്തരണേ. ചില ദിവസം ബോഡി പെയിൻ എടുക്കുന്നു, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, തളർച്ച വരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, ഇതൊരു ഹോണ്ടഡ് ഹൗസാണ്. ഹോണ്ടഡ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഹൗസുകൾ. അതിന്റെ ഡീറ്റെയിലോട്ട് ഞാൻ പോയില്ല, പോകാൻ നന്നായി അറിഞ്ഞിട്ട് ഞാൻ പേടിച്ചു പോകാൻ. അത് ഞാൻ പിന്നീട് പറയാം എന്തായിരുന്നുള്ള കാര്യം. അപ്പം അത്രയും കേട്ട് ഞാൻ ടൗണിൽ പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് കയറാനുള്ള താക്കോല് ഞാൻ മറന്നുപോയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബേസ്മെന്റിൽ കൂടെ വേണം ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി, എൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് കയറാൻ വേണ്ടി. അപ്പം ബേസ്മെന്റിനകത്ത് കൂടെ ഞാൻ കൂരാക്കൂരിട്ടുള്ള സമയം വൈകിട്ട് ബേസ്മെന്റിനകത്തോടെ, കാരണം ആ ബേസ്മെന്റ് ലൈറ്റ് ഒന്നുമില്ല. അപ്പം അതിലൂടെ ഞാൻ ഏകദേശം ഊഹം വെച്ച് മുകളിലോട്ട് കയറുമ്പോൾ വലിയൊരു ശബ്ദത്തിൽ എൻ്റെ മുമ്പിലുള്ള ഡോർ അങ്ങ് അടഞ്ഞു. അപ്പൊ എനിക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അവിടെ സെൻസ് ചെയ്യാം, സംതിങ് വാസ് ദയർ, എന്തോ ഒരു ദുഷ്ടാരൂപിയുടെ സെൻസിങ് എനിക്ക് അവിടെ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഓൾ അലോൺ, ആരുമില്ലാത്തൊരവസ്ഥ, അടുത്തെങ്ങും വീടുകളും ഇല്ല. എന്ത് ചെയ്യും ദൈവമേ? അപ്പൊ ഉള്ളിലോട്ട് ഭയം വരികയാണ്. ഇതാണ് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം. അവൻ എപ്പോഴും നമ്മളെ ഇന്റിമിഡേറ്റ് ചെയ്യുന്നത് ഭയം നൽകിയാണ്. നീ തനിച്ചാണ്, നിന്റെ കൂടെ ആരുമില്ല, നീ പെട്ടുപോയി, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള ഭയം നൽകുകയാണ്. ഭയം നൽകുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ഭയത്തിനകത്ത് ഇവരടിമപ്പെട്ടു പോകും. ഇവിടെയാണ് തിരിച്ചറിയുക, യു ആർ പവർഫുൾ ദാൻ ഹു യു തിങ്ക്. ഈശോയിൽ വിശ്വസിക്കുന്ന നിന്റെ പവറിന്റെ ആ ഒരു അളവ് നിനക്ക് അറിയാൻ മേല. അന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ
എനിക്കറിയാവുന്നൊരു പ്രാർത്ഥന പെട്ടെന്ന് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നു. ആ പ്രാർത്ഥന വിശ്വാസത്തോടെ, സങ്കീർത്തനം 91 സ്വർഗസ്നാപിതാവെന്ന പ്രാർത്ഥനയൊക്കെ എന്നെ ഓർക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി ഉള്ളിലോട്ട് ഇനി വരികയാണ്. അപ്പം ഞാൻ ഈ വചനം എൻ്റെ ഉള്ളിൽ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. പൗലോസ്ലീഹ പറഞ്ഞ ആ വചനം ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ 13-ാം വാക്യം. ഈ വചനത്തെ മുറുകെ പിടിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എന്നോട് ഉള്ളിൽ ആരോ ഒരാൾ പറയുകയാണ്, ഇവന്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. അതായത് ദുഷ്ടാരൂപിയുടെ മേൽ നിനക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനങ്ങൾ എത്രമാത്രം എനിക്ക് മാനുഷികമാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഉള്ളിൽ പറയുകയാണ്, ഈശോ ഉള്ളിൽ പറയുകയാണ്, അധികാരമുണ്ട്. യൂസ് യുവർ അതോറിറ്റി. ഹല്ലേലൂയ. അപ്പോൾ അധികാരത്തിൽ നിന്ന് അറിയാവുന്ന രീതിയിൽ അന്ന് കൽപ്പിച്ച് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് തന്നെ അറിയാം, വലിയൊരു ഫ്രീഡം അവിടെ വന്നു. ഭയം വിട്ടുപോയി. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയൊരു സ്വാതന്ത്ര്യം ഉള്ളിലോട്ട് വന്നു. അടഞ്ഞ ഡോറൊക്കെ പെട്ടെന്ന് തന്നെ തുറന്നു വന്നു. അതൊക്കെ സൂപ്പർ നാച്ചുറൽ ഫിനോമിനൻ എന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെ സംഭവിച്ചു. മുറി വന്നു. പിന്നെ അങ്ങനെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും ആ വീട്ടിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് വേറെ പലരും പറഞ്ഞറിഞ്ഞത് ആ വീട്ടിൽ ആത്മഹത്യകൾ, കുറേ മനുഷ്യർ ആത്മഹത്യ ചെയ്തൊരു സ്ഥലമായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം ആ ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ദൈവപൈതൽ അറിയാതെ വന്ന് താമസിച്ച് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ നടത്തിപ്പിച്ചു. അപ്പം പിന്നീട് അതിനുശേഷം എനിക്ക് വേറെ നല്ല ലൊക്കേഷനിലോട്ട് പോകാൻ പറ്റി. പക്ഷെ പിന്നീട് ആ വീട് ഇരുന്ന സ്ഥലം, അത് ആരും മേടിക്കുകയോ ഇല്ലാതെ വിറ്റ് പോകാതെ കിടന്ന ആ സ്ഥലം, അതിന്റെ ഓണറിന് ഒരു എസ്റ്റേറ്റ് ഏജന്റ് വന്നത് മേടിക്കുകയും ഇന്ന് അവിടെ നിങ്ങൾ ചെല്ലുവാൻ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൈം ലൊക്കേഷൻ. ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ കുറേ വീടുകളൊക്കെ പണിത് അനേകർ അവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കുന്നു. അപ്പം ഞാനിത് പറയാൻ കാരണം, പലപ്പോഴും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനുഷ്യരെ ഉപയോഗിച്ചും മറ്റു പലരും പറയുന്നത് നമ്മളെ കേൾപ്പിച്ച് അവൻ നമ്മളെ ഭയത്തിനകത്ത് കുടുക്കിയിടാൻ നോക്കും. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെട്ട് പോയിട്ടുള്ള പിശാചുക്കളുടെ രാജ്യം വർക്ക് ചെയ്യുന്നത് ഭയത്തിലാണ്. അവനെല്ലാം ഭയമാണ് അവന്റെ പരിപാടി മൊത്തം. മനുഷ്യനെ ഭയപ്പെടുത്തും. ലൂസിഫർ തൊട്ട് ഒരു സൈന്യമാണ്. ഏഞ്ചൽസിന്റെ 1/3 വീണുപോയി. അപ്പൊ ഇവരുടെ ഉള്ളിലെ ആഗ്രഹം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ദൈവം ഒരുപാട് മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിൽ വന്ന് ദൈവം വന്ന് വസിക്കുന്നു. അപ്പൊ ഇത് മുഴുവൻ അത് മുഴുവൻ കിട്ടണം. അവന്റെ മനുഷ്യന്റെ ആരാധന, മനുഷ്യന്റെ എനർജി, അല്ലെങ്കിൽ മനുഷ്യന് ദൈവത്തിന് കൊടുക്കുന്ന മുഴുവൻ ഇവന് സ്വന്തമാക്കണം. അന്ന് മുതൽ ഇവൻ പല രൂപത്തിലും ഭാവത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇവൻ ഇങ്ങനെ അധിവസിച്ച് നിൽക്കുകയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് ഈ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെയും എന്നെയും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. കർത്താവ് ഈ ഭൂമി വന്നത് പുതിയൊരു മതം തുടങ്ങിയിട്ട് എല്ലാവരെയും ആ മതത്തിന്റെ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നതിന് വേണ്ടിയല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് പുതിയൊരു മതം തുടങ്ങി അതിനു വേണ്ടിയാണ് യേശു ഈ ഭൂമി വന്നത്. അതിന്റെ ആവശ്യമില്ല. കർത്താവിന് എല്ലാ മതങ്ങളെയും അറിയാം. ഹല്ലേലൂയ. ജൂതമതം എന്താണെന്നുള്ള വ്യക്തമായിട്ട് കർത്താവിന് അറിയാം. ഈ ഭൂമിയിലുള്ള എല്ലാ സംഭവം കർത്താവ് ഈ ഭൂമി വന്നത്, ഹി കെയിം ഡൗൺ ടു ദിസ് വേൾഡ് ടു സെറ്റ് യു ഫ്രീ, ടു ഗീവ് യു ദ ഹോളി സ്പിരിറ്റ് അനോയിന്റിംഗ്. പരിശുദ്ധാത്മാവിൻ ശക്തിയിൽ നിന്നെ അഭിഷേകം ചെയ്ത് ഈ ദുഷ്ടാരൂപികളുടെ മേൽ, പൈശാചിക അടിമത്തങ്ങളുടെ മേൽ നിനക്ക് വിജയം നൽകി നിന്നെ അതിന്റെ മുകളിൽ വാഴുന്നവനാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. റോമാലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. നമ്മുടെ ശുശ്രൂഷയുടെ തന്നെ ഒരു പ്രധാന മെയിൻ, ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു വചനഭാഗത്തു നിന്നാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കർത്താവ് എന്നോട് ടോക്ക് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. റോമ 5:17. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒരു മനുഷ്യനിലൂടെ മരണമാധിപത്യം പുലർത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനം സമൃദ്ധമായി ലഭിക്കുന്നവർ യേശുക്രിസ്തുവിന് ഏക മനുഷ്യനിലൂടെ എത്രയോ അധികമായി ജീവനിൽ വാഴും. എത്രയോ അധികമായി ജീവനിൽ വാഴും. ചിലർക്ക് വണ്ടി ഓടിക്കാൻ ഭയമാണ്, ചിലർക്ക് ട്രെയിനിൽ പോകാൻ ഭയമാണ്, ചിലർക്ക് പ്ലെയിനിൽ പോകാൻ ഭയമാണ്, ചിലർക്ക് ചില കാര്യങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയമാണ്. ഈ ഭയത്തിന്റെ റൂട്ടിലേക്ക് നമ്മൾ ചെന്ന് നോക്കിക്കാൻ മരണഭയമാണത്. അത് പിശാചിന്റെ ഒരു അടിമത്തമാണ്. മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തവൻ, കുരിശിൽ നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവൻ ഇന്ന് നിന്നെ നോക്കി പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നിന്റെ കൂടെ വന്നിരുന്ന് നിന്നെ സഹായിക്കും, നീ ഭയപ്പെടരുത്. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. ഏക മനുഷ്യന്റെ ലംഘത്താൽ മരണം വാണുവെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനവും സമൃദ്ധിയായി സ്വീകരിച്ചവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴി എത്രയോ അധികമായി ജീവനിൽ വാഴും. ദൈവിക ജീവൻ. എന്താ ഈ ദൈവിക ജീവൻ എന്നറിയാവോ?
നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുന്ന സോയ ലൈഫ്, പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ അഭിഷേകം. ഏദൻ തോട്ടത്തിൽ ഇതിന്റെ ഫുൾനെസ്സിലാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പിശാചിന് അവന് വന്നിട്ട് ഭയപ്പെടുത്താനോ അവൻ പേടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അവൻ ഉപായത്തിൽ, അതായത് ടെക്നിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ സെഡ്യൂസ് ചെയ്ത് മനുഷ്യരെ വഴിതെറ്റിക്കാൻ നോക്കും. അതാണ് പിശാചിന്റെ എല്ലാ കാലത്തെ തന്ത്രം. ഇതാണ്. ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട ഒരു ദൈവ പൈതലിനെ അവന് ഡയറക്റ്റ് അല്ല, അവൻ എങ്ങനെയെങ്കിലും പ്രലോഭനം നൽകി ഇവന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയാൻ നോക്കും. ജഡമോഹങ്ങളോ അതും ഇതും ഒക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ചോർത്തിക്കളയാൻ നോക്കും. അഭിഷേകം കുറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭയമിട്ടും അതിട്ടും ഇതിട്ടും ഒക്കെ. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്ന് ചോർന്നു പോയ ജീവിതം നയിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഒരു പാപത്തിൽ കുടുങ്ങിപ്പോയി, വീണ്ടും അതിനകത്ത് കുടുങ്ങി കിടക്കുക. എന്നിട്ട് പിന്നെ അവരെ വേറെ പല ഇതിനകത്തും കൊണ്ടുപോയിട്ട് കുഴച്ച് മറിച്ച് ദുഷ്ടാരൂപി അങ്ങ് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇന്ന് ഈശോയുടെ ഈ വചനം കേൾക്കുന്ന അനേകരെ പരിശുദ്ധാത്മാവ് റീഫിൽ ചെയ്യാൻ വേണ്ടി പോയി. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചോർന്നു പോയിട്ടുണ്ടോ, ദുഷ്ടാരൂപി എന്തെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയപ്പെടുന്ന നിമിഷം ആ കവർന്നെടുത്തതെല്ലാം തിരികെ മടങ്ങി വരും. പിശാചിട്ട ബ്ലോക്കുകളെല്ലാം അഴിഞ്ഞു മാറും. അതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവൻ ദൈവമേ, ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഇതാണ്: ദുഷ്ടാരൂപി കവർന്നെടുത്തുകൊണ്ട് പോയതെല്ലാം തിരികെ മടങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ ഞങ്ങൾ നിറയപ്പെടുന്ന ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും, സ്പിരിറ്റ്, സോൾ, ബോഡി, അവിടുത്തെ ആത്മാവ് അങ്ങയുടെ ശക്തി കൊണ്ട് ഇന്ന് ഞങ്ങൾ നിറയപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ. യേശു ആരാധന. ഭയങ്കരമായിട്ട് ഡൗട്ട്, മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് ഉള്ളവരെ ഈശോ ഈ നിമിഷം സ്പർശിക്കുന്നു. ഡൗട്ട്സ്, നിങ്ങൾക്ക് 100 ഡൗട്ട്സ് ആണ്. എന്ത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ആണ്. നിങ്ങൾ പല കാര്യങ്ങളും ഡൗട്ട് അടിച്ച് 100 പേരോട് അതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇങ്ങനെ ചോദിച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലം ആടുന്നത് പോലെ ആടാൻ വേണ്ടിയല്ല. ബി സ്ട്രോങ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. കർത്താവിൽ നിങ്ങൾ സ്ട്രോങ് ആകുക. ഇല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോകും. നിങ്ങൾ ഏത് ധ്യാന കേന്ദ്രത്തിൽ എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷെ അതെല്ലാം നമ്മളെ കർത്താവിൽ സ്ട്രോങ് ആക്കുന്നതിനായിരിക്കണം. ഇപ്പം ഞാൻ ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കെടുക്കുവാണ്. ഈ ശുശ്രൂഷ പങ്കെടുത്തിട്ട് നിങ്ങൾ എന്നിലേക്കാണ് വരുന്നതെങ്കിൽ ഈ ശുശ്രൂഷ ഫെയിലിയറാണ്, അട്ര ഫെയിലിയറാണ്. ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾ എൻ്റെ കർത്താവ് യേശുക്രിസ്തുവുമായിട്ട് ആഴമേറിയൊരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വന്നാൽ ദിസ് മിനിസ്ട്രി ഈസ് സക്സസ്ഫുൾ. സ്വർഗത്തിൽ ഇത് സക്സസ് ആയി. ശിവ ആരാധന. ഹല്ലേലൂയ. സ്വർഗത്തിൽ സക്സസ് ആയി. കാരണം പിതാവ് ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളേ ഉള്ളൂ. പിതാവാം ദൈവം ഉയർത്തുവാൻ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന ഒരൊറ്റൊരാളേ ഉള്ളൂ. ഈ ഭൂമിയിൽ കടന്നു വന്ന് നഗ്നനായി അടിയേറ്റ് പീഡനമേറ്റ് നിനക്കും എനിക്കും വേണ്ടി പരിഹാസ കഥാപാത്രമായി കാൽവരി മലമുകളിൽ ബലിയായി തീർന്ന യേശുവിനെ ഉയർത്തുക. ആ യേശുവിനെ ഉയർത്തുന്നവനെ പിതാവ് ഉയർത്തുക. അത് ഈശോ തന്നെ പറഞ്ഞ കാര്യമാണ്. ഈ ഭൂമിയിൽ ഈശോനെ ഉയർത്തുക. ദാറ്റ് ഈസ് അവർ മിഷൻ. എത്രമാത്രം എങ്ങനെയൊക്കെ നമുക്ക് ഉയർത്താൻ പറ്റുമോ അത്രയൊക്കെ, ഏതൊക്കെ രീതിയിൽ ഉയർത്താൻ പറ്റുമോ ഉയർത്തുന്നവരെ പിതാവ് മാനിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ സീറോ മലബാർ സഭ യേശുവിനെ ഉയർത്തുന്നുണ്ടെങ്കിൽ സീറോ മലബാറിനെ യേശു മാനിക്കും. ലാറ്റിൻ ചർച്ച് യേശുവിനെ ഉയർത്തുന്നുണ്ടെങ്കിൽ ലാറ്റിൻ ചർച്ചിനെ യേശു മാനിക്കും, പിതാവ് മാനിക്കും. ഏത് ചർച്ച്, എവിടെ, എന്നീവൻ, അത് സീറോ മലബാറിനോ മലങ്കരയെന്നോ ലാറ്റിനോ ഓർത്തഡോക്സിനോ യാക്കോബായെന്നല്ലേ. ഇഫ് യു ലിഫ്റ്റ് ജീസസ്, ഹെവൻലി ഫാദർ വിൽ ലിഫ്റ്റ് യു അപ്പ്. ഹല്ലേലൂയ. ഹെവൻലി ഫാദർ വിൽ സപ്പോർട്ട് യു. അതിനായിട്ടാണ് ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, ഈശോനെ ഉയർത്തുന്നത്. മത്തായിയുടെ സുവിശേഷത്തിന് ഈശോ പ്രവചിക്കുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. ഈശോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മെസ്സേജ് തരുന്നുണ്ട്. പിശാചിൻ്റെ വളരെ നാളുകളായിട്ടുള്ള അടിമത്തങ്ങളെ ഞാൻ പറിച്ചെറിയും. പിശാചിൻ്റെ വളരെ നാളുകളായിട്ടുള്ള അടിമത്തങ്ങൾ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നാളുകളായിട്ട് അടിമത്തങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ അടിമത്തങ്ങളെ പരിശുദ്ധാത്മാവിന്ന് പിഴുതെറിയും. പത്രോസ്ലീഹയുടെ ഒരു അടിമത്തമായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ സാക്ഷീകരിക്കാൻ ധൈര്യമില്ല. ഒരാൾ വന്ന് ചോദിച്ചേട്ടാ, നീയും അവൻ്റെ കൂടെ ഉള്ളവനല്ലേ? നീ ചോദിച്ചപ്പോൾ, അയ്യോ ഞാനങ്ങ് എനിക്ക് അറിയാൻ പോലും മേലേ. അത്ര അത്ഭുതങ്ങൾ കണ്ട ആളാണേ. 5 അപ്പം കൊണ്ട് 5000 10,000 പേര് ഭക്ഷണം കഴിക്കുന്നു, മരിച്ച ലാസർ എഴുന്നേറ്റ് വരുന്നു. ഇതെല്ലാം നേരിട്ട് കണ്ട ആൾ പറയും യേശുവിനെ എനിക്ക് അറിയാൻ പോലും മേലെ. ഹല്ലേലൂയ. അപ്പം അവിടെ അത് ആളുടെ ഒരു ബലഹീനതയായിരുന്നു. അതിൻ്റെ മുകളിലോട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ
അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഇരിപ്പുണ്ട്. അതൊന്നും ആളെ ബോധർ ചെയ്യുന്നില്ല. ആൾ അവിടെ നിന്ന് യേശുവിനെ ഉയർത്തുവാണ് തെരുവിൽ. അവിടെ ടെന്റ് കെട്ടി, അവിടെ മൈക്കും സ്പീക്കറൊന്നും ഇല്ലായിരുന്നു. സ്ട്രീറ്റിൽ ദേ ഓൾ വർ സ്ട്രീറ്റ് പ്രീച്ചേഴ്സ്. ഹലോ, ഇന്ന് സ്ട്രീറ്റ് പ്രീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പുച്ഛമാണ്. പുച്ഛിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റ് പ്രീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ലെവല് കുറഞ്ഞവരൊക്കെ പറയാം. ലെവല് കുറഞ്ഞവരെന്ന് ചിന്തിക്കുന്നവനെ സ്വർഗത്തിലെ പിതാവ് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തത് സ്ട്രീറ്റിലാണ്. ഈ പ്രസംഗങ്ങളെല്ലാം തുടങ്ങിയത് ഇന്നത്തെ നമ്മുടെ വലിയ സംഭവങ്ങളൊന്നുമല്ല. അന്ന് വളരെ ലളിതമായിട്ട് തെരുവിൽ നിന്ന് കർത്താവിന്റെ അപ്പോസ്തലന്മാർ, അവർക്ക് ഒരു ഐഡന്റിറ്റി, ജൂതന്മാർ ഒരു ഐഡന്റിറ്റിയും കൊടുത്തിട്ടില്ല. ആ മുക്കുവന്മാർക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് തെരുവിൽ നിന്ന് അവർ യേശുവിനെ ഉയർത്തിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്ന് അനേകായിരങ്ങളിലേക്ക് വന്ന് വീഴുകയാണ്. 3000-ഓളം ജനങ്ങള് ഒറ്റ ദിവസത്തെ പ്രസംഗം കേട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അവരനുഭവിച്ചറിഞ്ഞ ആത്മാവിന്റെ അഭിഷേകം എത്രമാത്രം ഉണ്ടെന്ന് ഓർത്ത് നോക്കിക്കേ. ബന്ധനങ്ങൾ തകർന്നടിയും, ദുഷ്ടം കെട്ടിയ കോട്ടകൾ തകർന്നടിയും. നിങ്ങളുടെ പറമ്പിൽ, നിങ്ങൾ നിൽക്കുന്ന വീടിരിക്കുന്ന സ്ഥലത്ത് ഒരു ദുഷ്ടാരൂപി അധിവസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ നിന്ന് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് എന്താ? കുരിശിലെ പരിഹാര ബലിയിൽ ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തെ യേശു തകർത്ത് കളഞ്ഞിരിക്കുന്നു. കർത്താവ് വിജയം നേടിയിരിക്കുന്നു. My Lord has taken victory over you. We are on the victorious side. ഹല്ലേലൂയ. ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞ വ്യക്തിയുടെ കൂടെയുള്ള ആൾക്കാരാണ് നമ്മൾ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് യേശു പറഞ്ഞ സമയം മഹാരാജാവാകുന്ന ദൈവം ഈ ഭൂമിയിൽ വന്നിടത്ത് ഏറ്റവും വലിയ വിളംബര, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ടെറ്റലസ്റ്റായി മഷലേ. When he said that, he finished devil and his army and all the principalities were defeated. അത് തകർന്നടിക്കും യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയോട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യം. യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വഴിയിൽ മാറ്റി നിർത്തി അവരോട് പറഞ്ഞു, നാം ജെറുസലേമിലേക്ക് പോകുന്നുവല്ലോ. അവിടെ വെച്ച് മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ വിധിച്ച് പരിഹസിക്കുവാനും തല്ലുവാനും ക്രൂശിക്കുവാനും അവനെ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. 3 കാര്യങ്ങളാണ്. വെറുതെ ക്രൂശിക്കാനല്ല, പരിഹസിക്കുവാൻ, തല്ലുവാൻ, ക്രൂശിക്കുവാൻ അവനെ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഓർത്ത് നോക്കിയേ, ആരാ ഏൽപ്പിച്ചു കൊടുക്കുന്നേ? മഹാപുരോഹിതർ, പൗരോഹിത്യ ശ്രേഷ്ഠന്മാർ, പുരോഹിത ശ്രേഷ്ഠന്മാർ, മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രികന്മാരുടെയും കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവന് മരണശിക്ഷ വിധിച്ചു. യേശുവിന്, ദൈവപുത്രന്, പരിഹസിക്കുവാനും തല്ലുവാനും ക്രൂശിക്കുവാനും അവനെ വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇത് സംഭവിക്കുമെന്ന് യേശു പറയുക, മാറ്റി നിർത്തി പറയും, ഇത് സംഭവിക്കും, നിങ്ങൾ പേടിക്കരുത്. ഹല്ലേലൂയ. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കും. ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയുടെ ഈശോയുടെ മക്കളെ, നിങ്ങൾ ഒരു സഹനത്തിലൂടെ, ഒരു അവസ്ഥയിലൂടെ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. There will be a time of resurrection. അത് കാണണം. ഇന്ന് ഈശോനെ ആരാധിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് വേണം ആരാധിക്കാൻ. ഈശോയ്ക്ക് ഇത് അറിയായിരുന്നു. കാരണം ഈശോ അവിടെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിവിടെ പ്രസംഗമൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ജൂതന്മാർ പല ചോദ്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് ഐ ആം ഗോയിങ് ടു ഡു സംതിങ് ഫോർ യു. ഞാനിവിടെ വന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇതാണ്. ദുഷ്ടാരൂപിയുടെ അടിമത്തത്തിൽ നിന്ന് എന്റെ ജനത്തെ, എന്റെ മക്കളെ, എന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സൃഷ്ടിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ, ഈശോയെ തന്നെ സമർപ്പിക്കുകയാണ്. പരിഹസിക്കപ്പെടുവാൻ, ആ തല്ല് സ്വീകരിക്കണം. കാരണം അടി കിട്ടുമെന്ന്, തല്ല് കിട്ടും, പരിഹസിക്കും, ക്രൂശിക്കും. ഇതെല്ലാം നടക്കുമെന്ന് കർത്താവ് നേരത്തെ ഫോർസീൻ ചെയ്ത് തന്നെ സമർപ്പിക്കുകയാണ്. ഈശോനെ ഒരു വ്യക്തിക്ക് പോലും ബലമായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഈശോ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ ജൂതന്മാരെ പല തവണ കർത്താവിനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു തവണ പോലും പറ്റിയിട്ടില്ല. ബിക്കോസ് he was under the anointing of the Holy Spirit. You need to realize this. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയെ പിശാച് ഭയപ്പെടുന്നു. അവസാനം ഈശോനെ പിടിക്കാൻ വേണ്ടി പടയാളികൾ വരുമ്പോൾ അവരെല്ലാം നിലം പതിക്കുകയാണ്.
കർത്താവിനെ അങ്ങനെ ആരും ജൂതന്മാർ വലിച്ചു പിടിച്ചുകൊണ്ട് ബലാത്കാരമായിട്ട് അങ്ങനെ കർത്താവ് കൊണ്ടുപോയതല്ല. കർത്താവ് തന്നെ സമർപ്പിക്കുക. എന്തിനു വേണ്ടി? നിനക്ക് ഈ അഭിഷേകം കിട്ടുന്നതിന് വേണ്ടി. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിച്ച കർത്താവ് പഴയ നിയമ കൽപ്പനകളെല്ലാം, ന്യായപ്രമാണത്തിലെ കൽപ്പനകളെല്ലാം അതിന്റെ പരിപൂർണതയിൽ അനുസരിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിച്ച് ഒരു കൽപ്പന പോലും ലംഘിക്കാതെ പാപം ചെയ്യാത്തവൻ നിനക്കും എനിക്കും വേണ്ടി പാപപരിഹാര ബലിയായി തീരുന്നതിന് വേണ്ടി സ്വയമേ സമർപ്പിച്ചു. ഇത് തുടക്കത്തിൽ വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണം. നിങ്ങൾ എത്ര ബന്ധനമുള്ള അല്ലെങ്കിൽ ആ ദുഷ്ടാരൂപി വസിക്കുന്ന അടിമത്തമുള്ള സ്ഥലത്താണെങ്കിലും ഇത് വിശ്വസിക്കുക. ജീസസ് ലവ്സ് യു വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഇപ്പൊ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അസ്വസ്ഥയുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിന്റെ യേശു നിന്നെ സ്നേഹിക്കുന്നു. ആദ്യം വിളിച്ചു പറയേണ്ട സത്യം അതാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ എന്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. ഐ ബി ലവ്ഡ് ബൈ ജീസസ്. ദുഷ്ടാരൂപിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം, അവന് പറ്റത്തില്ല കർത്താവിന്റെ സ്നേഹത്തിന് മുന്നിൽ. കാരണം നിന്നോടുള്ള സ്നേഹം നിമിത്തമാണ് സ്വർഗത്തിലെ രാജാവ് ഈ പരിഹാസവും തല്ലും ക്രൂശീകരണവും ഒക്കെ ഏറ്റെടുത്തത്. അത് നീ പറയണം, നീ പ്രഖ്യാപിക്കണം, നീ വിളിച്ചു പറയണം. നിങ്ങളുടെ വീട്ടില് അസ്ട്രോളജി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തികളെ കണ്ടിട്ട് പരിഹരം നടക്കുവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പരിഹസിക്കപ്പെട്ട, ക്രൂശിക്കപ്പെട്ട, തല്ലും അടിയും ഒക്കെ ഏറ്റുവാങ്ങിയ യേശു നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ അധരം തുറന്ന് വിളിച്ചു പറയണം. യേശുവേ, അങ്ങ് എന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുന്നല്ലോ. ഞങ്ങൾ പണ്ടൊരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് പോയ സമയത്ത് ഈ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെട്ടു പോയ ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ അവര് ഈ എനർജികൾ അവരെങ്ങനെയെങ്കിലും മനുഷ്യരെ അവരിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ആ ഒരു ടെറിട്ടറിക്കകത്തേക്ക് കയറ്റുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അതായത് ദേശാധിപതികൾ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള റീജിയനുകളിലൊക്കെ മനുഷ്യർ വല്ലാത്ത അടിമത്തത്തിലും അസ്വസ്ഥതയിലും ഒക്കെയാണ്. അവർക്ക് പോലും അറിയാമല്ലോ എന്താണ് ഇതിന്റെ കാരണങ്ങളെന്നൊക്കെ. അപ്പൊ ഇതിങ്ങനെ പൊസഷൻസ് ഉണ്ട്, ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന സമയത്ത് പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഒക്കെ വരുന്ന സമയത്ത് ദൈവം ഈ ഒന്നാമതായിട്ട് ധൈര്യം, ഉള്ളിൽ വലിയ കോൺഫിഡൻസ് നൽകും. രണ്ടാമതായിട്ട് അവിടെയുള്ള ജനങ്ങളോട്, കുറച്ചു പേരെ ഉള്ളെങ്കിലും അവരോട് ഈശോ പറയുന്നൊരു കാര്യം, ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യം കൊടുക്കുകയാണ്. അപ്പം ചില ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ നടക്കുന്ന, അല്ലെങ്കിൽ വലിയ ആഭിചാര കർമ്മങ്ങളും ഈ നരബലികളും അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ആഫ്രിക്കയിലും ലോകത്തിന്റെ പല ഭാഗത്തും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർഗത്തിൽ നിന്ന് വീണ് പോയിട്ടുള്ള പിശാചുക്കള് അവര് കൽപ്പനകളെല്ലാം ലംഘിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കും. മാത്രമല്ല മനുഷ്യനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ വീണ്ടും മനുഷ്യരെ കൊല്ലുകയും ആ മനുഷ്യന്റെ എനർജിയെ ഇവർക്ക് സമർപ്പിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ മരിച്ചുപോയ ആത്മാക്കളെയൊക്കെ വർഷിപ്പ്, അതിനെയൊക്കെ വിളിക്കുക. അങ്ങനെ വാസ്തവത്തിൽ മനുഷ്യനിൽ 3 തലങ്ങളാണ്. സ്പിരിറ്റ് ഉണ്ട്, സോൾ ആൻഡ് ബോഡി ഉണ്ട്. സ്പിരിറ്റ് ഡയറക്ട്ലി ഗോസ് ബാക്ക് ടു ദ ഫാദർ. എന്നാൽ അവന്റെ മനസ്സിന്റെ തലങ്ങൾ, അവന്റെ ഒരു എനർജി റലമുണ്ട്. ഇതിനെയെല്ലാം ഈ ദുഷ്ടാരൂപികള്, ഈ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവരെല്ലാം ഇങ്ങനെയുള്ള ശക്തികൾക്ക്, അതായത് ഈ ഫോളൻ ഏഞ്ചൽസിന് സമർപ്പിച്ച് ജിന്നുകളാക്കി പല രീതികളിലൊക്കെ, ഈ പല രീതികളിലുണ്ട്. അറബിക്ക്, ആഫ്രിക്കന്, ഈവൻ ഇസ്രായേൽ, അല്ലെങ്കിൽ ലോകത്തിലെ പല ഭാഗങ്ങളും പല രീതികളാണ്. സംഭവം എല്ലാം ഫോളൻ ഏഞ്ചൽസ് ആണ്, വേറൊന്നുമല്ല. ഇവൻ പല രൂപത്തിലും ഭാവത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കും ഈ ഒരു രീതിയിൽ. അപ്പം ഇതിനകത്ത് പോയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. അവർക്ക് പുറത്തു വരാൻ നോക്കി കഴിഞ്ഞാൽ ഇവൻ അവരെ ഇട്ട് വലച്ച് അടിച്ച് താർത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിനകത്ത് പെട്ടവര് പെട്ടിരിക്കുകയാണ്. അതിനകത്ത് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവരും ഇവൻ ഏതു വിധത്തിൽ അവരെ പിടിച്ചു ഒതുക്കാൻ ശ്രമിക്കും. പക്ഷെ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിച്ച് ജനങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുന്ന സമയത്ത് അത് ജസ്റ്റ് എന്നാ പറയുക, ഒരു വലിയൊരു ടെന്റ് അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് ഒരു സീലിംഗ് ക്രാക്ക് ഓപ്പൺ ആക്കി അതിനകത്ത് കൂടെ വെള്ളം വരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു വലിയ പവർ ആ ദേശാധിപതി ശക്തികളെ ബ്രേക്ക് ചെയ്ത് ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ദേശത്തിന്റെ അധിപ ശക്തികളിലേക്ക് ബ്രേക്ക് ചെയ്ത് ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഈ അഭിഷേകം അതാണ് അപ്പർ റൂമിൽ അന്ന് കിട്ടിയത്. മാതാവും ശിഷ്യന്മാരും 120 പേര് ഒരുമിച്ചിരുന്ന സമയത്ത് ഇസ്രായേലിൽ അന്ന് നടന്ന മന്ത്രവാദ കർമ്മങ്ങളൊക്കെ കുറേ ഉണ്ട്.
അവരൊക്കെ അവിടെ വിച്ച് ക്രാഫ്റ്റ് പ്രാക്ടീസസ് ഒക്കെ കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ഇസ്രായേലിലെ ചില ഭാഗങ്ങളൊക്കെ. പെയ്ഗൻ വർഷിപ്പുകൾ, പാൻ ദേവനെ ആരാധിക്കുന്ന സ്ഥലങ്ങൾ, കുഞ്ഞുങ്ങളെയൊക്കെ പോയി, അതായത് ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ പോലും ഒരു കുടുംബത്തിൽ ഒരു ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ പോയി ബലിയർപ്പിക്കുന്ന ഹീനമായ കൃത്യങ്ങൾ. ഇത് അയർലൻഡിൽ 2000 വർഷം ക്രിസ്ത്യാനിറ്റി വരുന്നതിന് മുമ്പ് പണ്ടുണ്ടായിരുന്നു പെയ്ഗൻ ഇത്തരത്തിലുള്ള രീതികൾ. ഇത് ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് അധികം വർഷം പോലും ആയിട്ടില്ല. മിഷണറിമാരെ ഒന്ന് വചനം പ്രഘോഷിച്ച് അവിടെ ട്രാൻസ്ഫോം ചെയ്ത് മാറിപ്പോയ സംഭവങ്ങളാണ്. അവിടെയുള്ള ചില രാജ്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുക വരെ ചെയ്യുന്ന വളരെ ഹീനമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ ലോകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരും പറയാറില്ല. വാട്ട് ദ ക്രിസ്ത്യൻ മിഷണറീസ് ഹാവ് ഡൺ, ഇൻക്രെഡിബിളി അമേസിംഗ് ജോബ്സ് ആണ്. അത് ഭൂമിയിൽ ആരും പറയുന്നു പോലുമില്ല. അവർ ചെയ്ത കാര്യങ്ങൾ എത്രമാത്രം വലുതാണെന്നുള്ള കാര്യം. ഈ ഭൂമിയെ അന്ധകാരം നിറഞ്ഞ ലോകത്തുനിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച വ്യക്തികളാണ്. അവരുടെ സാക്രിഫൈസസ് എത്രയോ പേരാണ് രക്തസാക്ഷികളായത്. 1-2 പേരാണ്. അതും കർത്താവിന്റെ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും മാത്രമല്ല, ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും എത്രയോ ആയിരക്കണക്കിന് വ്യക്തികൾ ഇന്നും നൈജീരിയയിലൊക്കെ കഴിഞ്ഞൊരു വർഷം തന്നെ എത്ര പേര്. ഞാൻ നൈജീരിയയിലുള്ള എൻ്റെ കൂടെ എനിക്കറിയാവുന്ന ഒരാൾ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞതാണ്, വീട്ടിൽ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരെ വലിച്ചിറക്കിക്കൊണ്ട് പോയി വെട്ടി നുറുക്കി രക്തസാക്ഷിത്വം. ആരതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്? അവരെല്ലാം എന്നിട്ട് വിശ്വാസം പുറകോട്ട് പോവുകയാണ്? ഇല്ല, വിശ്വാസം വളരുകയാണ് ഈ രാജ്യങ്ങളിൽ. അവർക്കറിയാൻ അവർ രക്തസാക്ഷിയാകുന്നു. എന്നിട്ടും അവർ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ തന്നെ സമർപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ സമർപ്പിച്ചത് ഫോർ എ ഗ്രേറ്റർ പർപ്പസ്. ഈ ഭൂമിയിലുള്ള മനുഷ്യർ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണം. അവരനുഭവിച്ചവരാ രക്തസാക്ഷികളായത്. അല്ലെങ്കിൽ പണ്ട് സൗദി അറേബ്യയിലും മറ്റു പല രാജ്യങ്ങളൊക്കെ ഉള്ളവരെ പോലെ പേടിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ യേശുവിനെ വേണ്ട, ഞങ്ങൾ യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ 100% ക്രിസ്ത്യ വിശ്വാസം ഉണ്ടായിരുന്ന സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അല്ലേ. പിന്നീട് ഇന്നും ചില അറബികളുടെ ഒക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ രഹസ്യമായിട്ട് ഈശോയുടെ മാതാവിന്റെ രൂപങ്ങളൊക്കെ വീടിനകത്തുണ്ട്. കുറേ പേരുടെ വീടിനകത്തുണ്ട്. രഹസ്യമായിട്ട് എല്ലാവരും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പരസ്യമായിട്ട് പേടിയും, രക്തസാക്ഷിയാൻ പേടിയാണ്. ഹല്ലേലൂയ. രക്തസാക്ഷിയായിട്ടുള്ളവർ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അവരെ തിരിച്ചറിഞ്ഞു. ദൈവപുത്രൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അവരെ സ്നേഹിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അവരെ സ്നേഹിച്ചു. പരിഹസിക്കുവാനും തല്ലുവാനും ക്രൂശിക്കുവാനും അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുക. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹി ഈസ് റിസൺ ഫ്രം ദ ഡെഡ്. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്, ഇന്നും ജീവിക്കുന്നവനാണ്. ഈശോ. പായു സത്യത്തെ തിരിച്ചറിഞ്ഞവരാണ്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുന്ന സമയത്ത്, അപ്പം ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ ഈ ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെട്ട് കഴിയുമ്പോൾ ഈ ദേശാധിപതിയുടെ ബന്ധനങ്ങൾ ആ ദേശത്ത് നിന്ന്, അങ്ങനെയുള്ള ടെറിട്ടറിയിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ, അതായത് ഈ പൈശാചിക ശക്തികൾ, ഫോളൻ ഏഞ്ചൽസിന്റെ ആധിപത്യങ്ങൾ വിട്ട് കഴിയുമ്പോൾ ആ ദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെടുകയാണ്. അതൊരു മതമല്ല അവിടെ ആ ദേശത്തെ മാറ്റുന്നത്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ റിലീജിയൻ. ഇത് റിലീജിയനായിട്ട് നമ്മൾ അതിനകത്ത് കാണുന്ന ഒരു തലമുണ്ട്. ഇനി കർത്താവ് ഇതിനെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ജീവിത ശൈലിയിലേക്ക് നമ്മുടെ തലമുറയെ ദൈവം റേസ് ചെയ്യുകയാണ്. കാരണം ഇത് എല്ലാവരും അനുഭവിക്കണം. ദ ഫ്രീഡം ദാറ്റ് ഹോളി സ്പിരിറ്റ് ഗീവ്സ്. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ പറമ്പിൽ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കും, പറയും, ബ്രദറെ ഞങ്ങളുടെ ബിസിനസ് തകർക്കാൻ വേണ്ടി അവർ 4-ാം വേദം കൊണ്ട് മന്ത്രവാദം ചെയ്തു, അവര് അറബിക്ക് മന്ത്രവാദം ചെയ്തു, ഇവരിത് ചെയ്തു. ഓക്കെ, ഇതിന്റെ എല്ലാം പുറകെ ചകയാ പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ? റോമാലേഖനം 5:17 കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ വാഴും. അപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് യു നീഡ് ടു ഡിക്ലെയർ ചെയ്യണം. എന്താ ഡിക്ലെയർ ചെയ്യേണ്ടത്? എന്റെ കർത്താവ് കുരിശിൽ
ബലിയായി തീർന്നപ്പോൾ ഈ വിജയം നേടിയതാണ്. ഈ ദുഷ്ട അരൂപിയുടെ മേൽ വിജയം നേടിയതാണ്. ഡിക്ലെയർ ഇറ്റ്. നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിക്ലറേഷന്റെ പവർ അവിടെ വെളിപ്പെടും. ഭയപ്പെടരുത്, അവനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ മൈറ്റി പവർ പരിശുദ്ധാത്മ അവിടെ അറ്റസ്റ്റ് ചെയ്യും. നിങ്ങൾ വേറെ ഒന്നിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ച്, ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വീടിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വീടിനകത്ത് ദുഷ്ടാരൂപിയിട്ടിരിക്കുന്ന അസ്വസ്ഥതകൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പരിഹസിക്കുകയും തല്ലുകൾ ഏറ്റുവാങ്ങുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയല്ലോ, കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചല്ലോ. ഇന്ന് ആ വിജയത്തിന്റെ കീഴിലാണ് ഞങ്ങളെന്ന് കൊളോസോസ് 2:14-15 വചനം പ്രഖ്യാപിക്കുമ്പോൾ, ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങളത് വിശ്വസിക്കുന്നു. വി ആർ കമ്മിങ് അണ്ടർ ദ ഗ്രേസ് and we declare that we are the righteousness of God in Christ Jesus. അതരം തുറന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിലൂടെ ഇന്ന് ഞാൻ ദൈവത്തിന്റെ നീതിയായി തീർന്നിരിക്കുന്നു. ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? പിശാചിന്റെ പരിപാടി, അവൻ അക്യൂസറാണ്, കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കും. അതും ഇതും പറഞ്ഞ് കുറ്റം ചുമത്താം. അതാണ് നമ്മുടെ പഴയ നിയമത്തിലൊക്കെ കാണുന്നത്. ജോബിന്റെ ഒക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്നാൽ പൗലോസിനെ പഠിപ്പിക്കണം റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ, ദൈവം നീതീകരിച്ചതിനെ ആരാണ് കുറ്റം ചുമത്തുന്നത്? ആർക്കാണ് കുറ്റം ചുമത്താൻ പറ്റുന്നത്? ഹല്ലേലൂയ, ഈശോയെ ആരാധന. ദൈവം തെരഞ്ഞെടുത്തവരെ, ദൈവം നീതീകരിച്ചവർ, ആര് കുറ്റം ചുമത്തുന്നു? നീതീകരിക്കുന്നവൻ ദൈവമാകുന്നു. നീതീകരിക്കുന്നവൻ ആരാ? ദൈവമാ. സ്വർഗത്തെ ഭൂമിയെ നിർമ്മിച്ചവനാ. സ്വർഗത്തെയും ഭൂമി നിർമ്മിച്ചവനാണ്. അപ്പം ആ ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ്, ദൈവം നമ്മളെ ചില കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകാനല്ല. നമുക്ക് ചിലപ്പം ചില അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ നിന്ന് പോകാൻ തോന്നും. പക്ഷെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കർത്താവിനെ സാക്ഷീകരിച്ച് കർത്താവിന്റെ മഹത്വത്തെ അവിടെ കൊണ്ടുവരണം. ഞാൻ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലത്ത് എനിക്ക് ചില ഷിഫ്റ്റിൽ ആൾക്കാരിങ്ങനെ പറയും, അവിടെ ചില വ്യക്തി, ഒരു കെയർ ഹോമിൽ ഞാൻ കുറേ വർഷം മുമ്പ് വർക്ക് ചെയ്തത്. അപ്പം അവിടെ ചില വ്യക്തികളൊക്കെ മരിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ റൂമിനകത്ത് ചില ഈവനിങ്സിൽ തന്നെ വാർഡ്രോബ് തുറക്കുന്നു, ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ഈ ഒരാൾ അവിടെ താമസിച്ച ആൾ മരിച്ചുപോയി 1-2-3 ദിവസം കഴിഞ്ഞായിരിക്കും റൂമൊക്കെ ഒന്ന് വെക്കേറ്റ് ചെയ്ത് പുതിയ ആൾ വരുന്നൊക്കെ ഒരാഴ്ച എടുക്കും. അല്ലെങ്കിൽ ചിലപ്പം 2-3 ദിവസം എടുക്കും. ആ ഒരു സമയത്ത് ചില സമയങ്ങളിൽ ഇങ്ങനെ പാരാനോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പം ചില ആൾക്കാർ അങ്ങനെയുള്ള ഡ്യൂട്ടി എടുക്കത്തില്ല. അപ്പം കറങ്ങിത്തിരിഞ്ഞത് നമ്മുടെ തലയിലോട്ട് തന്നെ വരും. ഇപ്പം ഞാൻ മിക്കപ്പോഴും അങ്ങനെ ഡ്യൂട്ടിക്ക് പോയത് അറിയാതെ പോയിട്ടുണ്ട്. ചിലതൊക്കെ അറിഞ്ഞും പോയിട്ടുണ്ട്, അറിയാതെയും പോയിട്ടുണ്ട്. പക്ഷെ ആ സമയങ്ങളിൽ കർത്താവ് വലിയൊരു കോൺഫിഡൻസ് തരികയാണ്. അപ്പൊ മനുഷ്യര് ഭയപ്പെടും തോറും, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഭയപ്പെടും തോറും ഈ പാരാനോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൂടുതലുണ്ടാവും. എന്നാൽ വിശ്വാസത്തിൽ ഒരു വചനം വായിച്ച് പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ദുഷ്ടാരൂപിയാണ്. കാരണം അവിടെ ദൈവാത്മാവ് ടേക്ക് ഓവർ ചെയ്യും. ഭയമിടുവാണ്. ഇപ്പം നമുക്ക് ഒരാളെ ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങൾ, ക്രിസ്തീയ ഗോളങ്ങളിൽ തന്നെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങൾ ചിലപ്പോൾ നടക്കും. അല്ലാതെ പറയുന്ന പ്രവചനങ്ങൾ ആൾക്കാർ വിശ്വസിക്കത്തില്ല. നമുക്കെപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ വിശ്വസിക്കാൻ ഇങ്ങനെ ഭയങ്കര ഒരു സംഭവമാണ്. ഇതാ പിശാച് കളിപ്പിക്കുന്നത്. ഇവിടെ വിശ്വസിക്കേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ നീതിയാണ്. യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങളുടെ ആത്മാവിന്റെ തുടക്കം ഈ ഭൂമിയിൽ നിന്നല്ല, ലോകസ്ഥാപനത്തിന് മുൻപേ പിതാവിന് തുടങ്ങിയിരിക്കുന്ന എഫെസസ് 1:3-4 വചനം. ആ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. ഇറ്റേണൽ അസ്തിത്വമുള്ള വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് താഴെ പോയ ഫോളൻ ഏഞ്ചൽസ് അല്ല നിങ്ങളുടെ മേൽ ഭരണം നടത്തുന്നത്, പരിശുദ്ധാത്മാവ്. ആ ഭരണം അനുഭവിച്ചുകൊണ്ട് അവന്റെ മേൽ ഭരണം നടത്തുവാനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ജഡം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ജഡം, ലോകം, പിശാച്, ഈ 3 മേഖലകളെ തകർക്കാൻ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരു ടൈം തന്നേക്കുവാണ്. ജഡത്തിന്റെ മേഖല, ജഡത്തിൽ പ്രലോഭനങ്ങളും ആസക്തികളും പല കാര്യങ്ങളും വന്ന് അതിനകത്ത് നമ്മളെ കുടുക്കിയിടാൻ പിശാച് നോക്കുമ്പോൾ അതിനെ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ ഓവർകം ചെയ്യുക. ദുഷ്ടൻ തരുന്ന, ലോകം തരുന്ന മോഹങ്ങളെ വചനത്തിന്റെ അഭിഷേകത്തിലൂടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ ഓവർകം ചെയ്യുക.
ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ യേശു എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം അങ്ങ് തുളച്ചു കയറുമ്പോൾ ഇതിന്റെയൊക്കെ മുകളിൽ വിജയിക്കുവാൻ നമുക്ക് സാധിക്കണം. 1 യോഹന്നാൻ 5:5 യേശു ക്രിസ്തു ദൈവപുത്രനെ വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാർക്കാണ് ഈ ലോകത്തെ ജയിക്കാൻ പറ്റുന്നത്? വേറെ പറ്റത്തില്ല. കാരണം ഈ അഭിഷേകം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ജഡം, പിശാച്ച്, ലോകം ഇതിനെ മൂന്നിനെ ഓവർകം ചെയ്ത് യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിലൂടെയാണ് ഒരു ആത്മാവ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത്. ഇത് കത്തോലിക്കനാണെങ്കിലും യാക്കോബയാണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും മാർത്തോമയാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ദർ ഇസ് നോ പ്ലാൻ ബി, ഓൺലി പ്ലാൻ എ. വില മുഴുവൻ യേശു ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു. നീ വിശ്വസിച്ച് ഈശോയുടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുക. ഹല്ലേലൂയ. കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായ ജീവനിൽ വാഴും. അപ്പൊ ഇന്ന് വിശ്വസിക്കണം, ജീസസ് ലവ്സ് യു അൺകണ്ടീഷണലി. എങ്ങനെയാ ഈ പവർ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്? വിശ്വസിക്കുക, ജീസസ് ലവ്സ് മീ. ഇതിനകത്തുനിന്ന് വിശ്വസിക്കുക. അപ്പൊ ഞാനന്ന് വർക്കിനൊക്കെ പോയ സമയത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയുടെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അസ്വസ്ഥത മാറും. അത് അനീഷിന്റെ പ്രാർത്ഥനയുടെ ശക്തി അല്ലത്. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയിൽ ആശ്രയിക്കുക, അതും റോങ്ങാണ്. നമ്മൾ ആശ്രയിക്കേണ്ടത് ഈശോയുടെ കുരിശുബലിയെ മാത്രമാണ്. അതിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഗിവ് ഗ്ലോറി ടു ഹിം, ലെറ്റ് ജീസസ് ബി ജീസസ്. ഞാൻ നിങ്ങളോട് ഒരു ഹംബിളായിട്ടൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള ഡെലിവറൻസും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ഈ ഭൂമി ജീവിക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ, ലെറ്റ് ജീസസ് ബി ജീസസ്. ആ ഈശോയുടെ ആ പൊസിഷനിലേക്ക്, ഈശോ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയാണ്. അവിടെ നിങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കണമെങ്കിൽ അവിടെ ഈശോയാകാൻ അനുവദിക്കുക നമ്മുടെ ജീവിതത്തിൽ. അതായത് ഇപ്പം ചില വ്യക്തികളൊക്കെ എന്നോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് മാനുഷികമായിട്ട് പലപ്പോഴും അവരെ മാനുഷികമായിട്ട് സഹായിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈശോ എന്ന് പറയും, ലെറ്റ് മീ ബി മീ, എന്നെ ഞാനാകാൻ അനുവദിക്കുക അവരുടെ ജീവിതത്തിൽ. അതായത് എന്നെ ഈശോ എനിക്ക് തന്ന ശുശ്രൂഷ നിങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈശോനെ കിട്ടുക. മാനുഷികമായിട്ട് എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ കടന്നുപോയ വേദനയുടെ വിഷമങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരുടെ പ്രയർ റിക്വസ്റ്റ് വരുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമങ്ങൾ വരാറുണ്ട്. ആ സമയത്ത് ഈശോനോട് പറയാറുന്ന കാര്യം ഇതാണ്, മോനെ നീ എന്നെ പങ്കുവെക്കുക, ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി അവർക്ക് പരിചയപ്പെടുത്തുക, ഞാൻ അവരുടെ ജീവിതത്തിൽ വാഴും. അതിനാണ് ഈശോ ഈ പ്രീച്ചിങ് മിനിസ്ട്രി ഈ ഭൂമി വെച്ചേക്കുന്നത്. ഇതൊരു വ്യക്തിഗതമായ സംഭവമല്ല. ഇത് ഈശോയെ പറയാനാണ് ഈശോ പറഞ്ഞ പ്രസംഗിക്കുക. ഇത് പറയുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. അപ്പൊ അനീഷ് ബ്രദറിലേക്കല്ല, വ്യക്തികളിലേക്കല്ല, ഈശോയിലേക്ക് നിങ്ങൾ വരും. നിങ്ങളുടെ ആത്മാവ് രക്ഷ പ്രാപിക്കും. ഇന്ന് വചനം കേട്ടോണ്ടിരുന്ന ഈശോയോട് പറഞ്ഞ, ഇന്ന് മെസ്സേജ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് രോഗസൗഖ്യങ്ങൾ സംഭവിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. വെൻ യു ആർ ലിസണിംഗ് ടു ദിസ് വേർഡ്, ഹീലിംഗ്സ് ആർ ഹാപ്പനിങ്, മിറക്കിൾസ് ആർ ഹാപ്പനിങ്. മന്ത്രവാദ ശക്തികളിലൂടെ തടഞ്ഞു വെച്ച ബിസിനസ് മേഖലകളിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ദുഷ്ടാരൂപിയുടെ പൈശാചിക ശക്തിയുടെ ആ കോട്ടകൾ, അവന്റെ വാസസ്ഥലങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ തകർന്നടിയുന്നു. It will become a dwelling place of God's dunamis power. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു ഡ്വെല്ലിംഗ് പ്ലേസായി, വാസസ്ഥലമായി, ഒരു ബദേലായി നിന്റെ വീട്, നിന്റെ പറമ്പ് അത് മാറുവാനിടയായിത്തീരും. അങ്ങോട്ട് കയറുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യും, സോ മച്ച് പോസിറ്റീവ് എനർജി ഹിയർ, വേർ ഡസ് ഇറ്റ് കം ഫ്രോം? അമേരിക്കയിലെ ചില സ്ഥലത്ത് ചെയ്യുന്ന ആൾക്കാർ, അയ്യോ എന്ത് വെളിച്ചം, എന്ത് പോസിറ്റീവ് എനർജിയാ. 100 വർഷം മുമ്പായിരുന്നെങ്കിൽ പറയത്തില്ല, അല്ലെങ്കിൽ ചില കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണർവുകൾ നടന്നു. ആത്മാവിന്റെ അഭിഷേകം മൂവ് ചെയ്യുവാൻ കർത്താവ് അത് ജനങ്ങൾ അനുവദിച്ചു. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തു തങ്ങളെ തന്നെ, തങ്ങളുടെ ദേശത്തെ. അങ്ങനെ ആത്മാവിന്റെ അഭിഷേകത്തിൽ തുറന്ന, ആത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിച്ച ഒരു പൂർവികർ അവർക്കുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ സഹനങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ ഭൗതികമായ രക്തസാക്ഷിതമല്ലായിരിക്കും, ലൈഫില് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നിരവധി സഹനങ്ങളിലൂടെ കടന്നുപോയി കാണും. അതിന്റെ നടുവിൽ നിങ്ങൾ ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോഴല്ലോ നിങ്ങൾ പോലും അറിയാം നിങ്ങളുടെ തലമുറകളിലേക്ക് ആത്മാവിന്റെ വലിയ അഭിഷേകം കടന്നു വന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, മക്കളുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കും. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കും. അവർ ഗോഡ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷ്യവചനം കൊണ്ടും വിജയിച്ചു. ഹല്ലേലൂയ. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അവരേറ്റവും അധികം സ്നേഹിച്ചത് കർത്താവിന്റെ
കർത്താവിന് ഈശോയുടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് അവർ കുതിച്ചു പാഞ്ഞു. അവർ അവനെ, ആരെയാ? സാത്താനെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷ്യവചനം കൊണ്ടും ജയിച്ചു. സാത്താനെ ജയിക്കണമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തം, സാക്ഷ്യത്തിന്റെ വചനം. എന്താ സാക്ഷ്യത്തിന്റെ വചനം? അവർ കണ്ടതാ യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിക്കുന്നത്. അവർ അനുഭവിച്ചതാ യേശുവിന്റെ ഉള്ളില്. അവർ പുറത്ത് യേശു വന്ന് അത്ഭുതം ചെയ്യുന്നവളൊക്കെ കണ്ടു. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളിലകത്ത് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ കൃപയുടെ അഭിഷേകം നിറയപ്പെട്ടപ്പോൾ പത്രോസ് ആള് മാറിയവനെ പോലെ, യോഹന്നാൻ ആള് മാറിയവനെ പോലെ എല്ലാവരും ട്രാൻസ്ഫോംഡ് ആയി. പിന്നെ അവരെ കർത്താവ് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യത്തെ ഏൽപ്പിച്ചത്. പക്ഷെ അവിടെയെല്ലാം അവരുടെ മിഷൻ അവർ അക്കംപ്ലിഷ് ചെയ്തു. അവരുടെ കാല് പതിഞ്ഞ സ്ഥലങ്ങളെല്ലാം അവർ സ്വർഗം ഭൂമിയെ കൊണ്ടുവന്നു, കേരളത്തിൽ കൊണ്ടുവന്നു. ആളിവിടെ വന്നതാണ്. ദൈവമഹത്വം ഇറങ്ങുമായിരുന്നു കേരളത്തിൽ. ദൈവമഹത്വം ഇറങ്ങി വ്യാപരിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ കൃപയുടെ അഭിഷേകം കേരളത്തിന്റെ മണ്ണിലേക്ക് സെയിന്റ് തോമസിലൂടെ റിലീസ് ചെയ്യുകയാണ് ആ സമയങ്ങളിൽ. പിന്നീട് വന്ന സുവിശേഷ പ്രഘോഷകരിലൂടെ, സെയിന്റ് ഫ്രാൻസിസ് സേവിയറിലൂടെ, നിരവധി സുവിശേഷ പ്രഘോഷകരിലൂടെ ഇത് റിലീസ്ഡായി കടന്നു. ദേശാധിപതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളൻ ഏഞ്ചൽസിന്റെ അടിമത്തങ്ങളിൽ, ദുഷ്ടാരൂപികളുടെ അടിമത്തങ്ങളിൽ നിന്ന് ജനങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും. സ്വാതന്ത്ര്യത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഈശോനെ ആരാധിക്കാം. എന്നാൽ അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു മഴ പോലെ പെയ്തിറങ്ങുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് കമ്മിങ് ഡൗൺ ലൈക്ക് എ റെയിൻ. തളർന്നിരുന്ന, വിഷമിച്ചിരുന്ന, അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ചില വീടുകളിൽ ഈശോനെ ഒത്തിരി സ്നേഹിക്കുന്ന, എന്നാൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കാത്ത കുറേ ആൾക്കാർ നിങ്ങളുടെ വീടുകളിൽ സ്പെഷ്യൽ മിറക്കിൾസുകൾ നടക്കുകയാണ്. സ്പെഷ്യൽ മിറക്കിൾസ്, പരിശുദ്ധാത്മാവിന്റെ സ്പെഷ്യൽ റെയിൻ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരും. ഈശോ ഒരു മതം, പുതിയൊരു മതം സ്ഥാപിച്ച് നിങ്ങളുടെ മതം മോശമാണ്, തെറ്റാണെന്ന് പറയാനല്ല ഈശോ വന്നത് ദൈവരാജ്യത്തിന്റെ ശക്തിയിലേക്ക്, ആ ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ വീണ്ടും ജനിക്കുന്നതിന്, ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകുന്നതിന്, പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് പുതിയൊരു ജന്മം നൽകുന്നതിന്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു. അനേക സ്ഥലങ്ങളിൽ ഈശോയുടെ ആത്മാവിന്റെ പ്രവർത്തനം ഈ നിമിഷം നടക്കുന്നു. അത് ശക്തമായി നടക്കുന്നു. ദുഷ്ടാരൂപിയുടെ കോട്ടകൾ ഈശോ തകർക്കുന്നു. ഈശോ വീണ്ടും ഇങ്ങനെ ഒരു മെസ്സേജ് ഉള്ളിൽ, ഭയപ്പെടേണ്ട. ഈശോ കൂടെയുണ്ട്. കർത്താവിന്റെ അഭിഷേകം കൂടെയുണ്ട്. കർത്താവിന്റെ ശക്തി കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈശോയുടെ അഭിഷേകത്തെ സ്വീകരിച്ചു. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരെ കർത്താവിന്റെ അഭിഷേകം ഈ നിമിഷം തൊടുന്നു, സ്പർശിക്കുന്നു. രക്തസ്രാവക്കാരിയുടെ ശരീരത്തിലേക്ക് വെളിപ്പെട്ടിറങ്ങിയതുപോലത്തെ ആ ഒരു അഭിഷേകം. ഹല്ലേലൂയ. കൂടെയുണ്ട്. ഈശോയുടെ ശക്തി കൂടെയുണ്ട്. ഈശോയെ ആരാധന. ആഫ്രിക്കയിലൊക്കെ ചില ദേശങ്ങളുണ്ടായിരുന്നു, ഈ ഹീനിയസ് ആയിട്ടുള്ള മനുഷ്യ ബലികൾ, നരബലികളൊക്കെ നടത്തി ജിന്നുകളെ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ വസിക്കുന്ന സ്ഥലങ്ങൾ. അവിടെയൊക്കെ ദാരിദ്ര്യവും എന്താ പറയുന്നത്, അടിയും ബഹളവും യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ. ശിരാലിയോൺ, അവിടെയൊക്കെ മിഷണന്മാരിൽ പോയി രക്തസാക്ഷികളായിട്ടുള്ളവർ. എന്നാൽ അവിടെയൊക്കെ ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ജനങ്ങൾ എന്ത് ഡെലിവറൻസിലേക്ക് വന്നറിയോ കർത്താവ്. ആ ദേശങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളെയൊക്കെ എന്താ പറയുക, ഇരുട്ടെന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന പോലത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെയൊക്കെ ദേശത്ത് അങ്ങനെയുള്ള സംഭവങ്ങളില്ല. ദൈവം അതൊക്കെ എല്ലാം തുടച്ചു മാറ്റി. എന്നാൽ തന്നെയും ദുഷ്ടന്റെ അടിമത്തങ്ങൾ, ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന വീടുകൾ, സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ മനുഷ്യന്റെ ലോകത്തിന്റെ അനുമാനങ്ങളിലേക്ക് പോകരുത്. ഇന്ന് കേട്ട വചനമനുസരിച്ച് വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച്, വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, യേശുവിൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നെന്ന് വിശ്വസിച്ച്, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ എന്റെ ഭവനത്തിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ എന്റെ വ്യക്തിജീവിതത്തിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ എന്റെ ബിസിനസ്സിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്റെ തടയപ്പെട്ട മേഖലകളിലേക്ക് നിറയണമേ. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ കവർന്നെടുത്തിട്ടുള്ള, തടസ്സം നിന്നിട്ടുള്ള, ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകളിൽ
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇതാ വ്യാപരിക്കുന്നു. കവർന്നെടുത്തതിനെ തിരികെ മടക്കി നൽകുന്ന ദൈവപ്രവർത്തികൾ ഈ നിമിഷം സംഭവിക്കുകയായിരുന്നു. പത്രോസിന് ധൈര്യത്തെ ദുഷ്ടൻ കവർന്നെടുത്തു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചപ്പോൾ പത്രോസിന് ധൈര്യം, പരിപൂർണ ധൈര്യം പത്രോസിന് തിരികെ ലഭിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ദുഷ്ടാരൂപി ദേശാധിപതികൾ കവർന്നെടുത്തിട്ടുള്ള എന്തെങ്കിലും സന്തോഷങ്ങളുണ്ടെങ്കിൽ, നന്മകളുണ്ടെങ്കിൽ അതിനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നീ നിറയുന്ന നിമിഷം, കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധിയെ സ്വീകരിക്കുന്ന നിമിഷം, സ്വർഗം നിന്റെ ജീവിതത്തിലേക്ക് അതിനെ മടക്കി നൽകുന്നു, തിരികെ നൽകുന്നു, അതിനെ ഫുൾനെസ്സിലേക്ക് നൽകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു എല്ലാ ദുഷ്ടശക്തികളെയും. ലൂക്ക 10:19, 1 യോഹന്നാൻ 5:5, കൊളോസസ് 2:14-15 വചനത്തിന്റെ അഭിഷേകത്തിന്, കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ വചനത്തിന്റെ അഭിഷേകത്തിന്, കർത്താവിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ശക്തിയാൽ ഈ ടെറിട്ടറിയിൽ നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. കൊളോസോസ് 2:14-15, ലൂക്ക 10:16 വചനത്തിന്റെ ശക്തിയിൽ അവ ബന്ധിക്കപ്പെടട്ടെ. അവയെ നിഷ്കാസനം ചെയ്ത് കർത്താവ് അതിനെ നീക്കം ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി ഈശോനെ സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. വലിയ ഡെലിവറൻസ് ഈ നിമിഷം ഈശോ അയക്കുന്നു. ഡെലിവറൻസ് അയക്കുന്നു ഈശോ, വലിയ ഡെലിവറൻസ് അയക്കുന്നു. നിങ്ങൾ ദേശാധിപതി ശക്തികളെ പിഴുതെറിയുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ നിമിഷം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു, വെളിപ്പെടുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം സ്വർഗം ഞങ്ങളുടെ നടുവിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് ഓരോ മക്കളെയും യേശു കരം വെച്ച് അനുഗ്രഹിച്ച് അനോയിറ്റ് ചെയ്ത് ആശീർവദിക്കുന്നതിനെ നന്ദി പറഞ്ഞു. ഈശോ ഓരോ മക്കളെയും ഈ നിമിഷം കരം വെക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്, ആശീർവദിക്കുകയാണ്. ഭയങ്ങൾ വിട്ടുപോകുന്നു. ലൂക്ക 10:19 വചനത്തിന്റെ ശക്തി ഈ നിമിഷം നമ്മുടെ നടുവിൽ അതിശക്തമായി വെളിപ്പെടുന്നു. ലൂക്ക 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. യെശയ്യാ 54:17 നോ വെപ്പൺ ഫോംഡ് അഗെയിൻസ്റ്റ് യു ഷാൽ പ്രോസ്പർ. യാത്രയ്ക്ക് പുറപ്പെടുന്ന ആൾക്കാർ ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച്, നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. ഈശോയുടെ തിരുരക്തം കൊണ്ട് നീ മുദ്രയിടപ്പെട്ടേക്കാണ്. യു ആർ സറൗണ്ടഡ് ബൈ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. യു ആർ കവേർഡ് ബൈ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. വെളിപാട് 12:11 അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യവചനം കൊണ്ടും വിജയിച്ചു. യേശുവിന്റെ രക്തം കൊണ്ട് സാത്താന്റെ പദ്ധതികളെ തകർക്കാം. യേശുവിന്റെ രക്തം കൊണ്ട് സാത്താന്റെ ബന്ധനങ്ങളെ അതിജീവിച്ച് അവന്റെ കെട്ടുകളെ യേശുവിന്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം തകർന്നടിയുകയാണ് എന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ അവിടുത്തെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു, എൻ്റെ വീടിനെ മുദ്രയിടുന്നു, എൻ്റെ പറമ്പിനെ മുദ്രയിടുന്നു, എൻ്റെ മക്കളെ മുദ്രയിടുന്നു, തലമുറകളെ മുദ്രയിടുന്നു, ജോലി മേഖലകളെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. അതിനും തുറന്ന് പറഞ്ഞ് യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ ഭവനങ്ങളിലേക്കും ഈശോയുടെ സാന്നിധ്യം അതിശക്തമായി കടന്നു വരും. ഒരു നിമിഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ കുറേ ശുശ്രൂഷകളൊക്കെ ഉണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. സ്വർഗത്തിന്റെ അഭിഷേകം, അതായത് ശുശ്രൂഷ എന്നാൽ ഇത്ര മാത്രമാണ്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട കൃപയുടെ അഭിഷേകം, അത് ഓരോ വ്യക്തികളും സുവിശേഷം കേട്ട് അവരിൽ ആ കൃപയുടെ അഭിഷേകം നിറഞ്ഞ് ആ കൃപാഭിഷേകത്തിലൂടെ, ആ ഫുൾനെസ് ഓഫ് ഗ്രേസിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ആ ജീവിതം, അനുഗ്രഹം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഓരോ വ്യക്തിയും പ്രവേശിക്കുകയാണ് ഈശോയുടെ കൂടെ. ഇതിനാണ് ശുശ്രൂഷ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാണ്. ഈ ഭൂമിയിലുള്ള ഓരോ സോളും പ്രഷ്യസാ, പ്രൈസ്ലെസ്സാ. യു ആർ സോ പ്രഷ്യസ് ഫോർ ജീസസ്. നിങ്ങളെ ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? നിങ്ങളെ ഈശോ എത്രമാത്രം കരുതുന്നുണ്ടെന്നറിയാമോ? സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ പൊസിഷനാണ് കർത്താവ് തരുന്നത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇന്ന് കർത്താവ് ഒരു മെസ്സേജ് തരുമോ? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ദൈവം എത്രമാത്രം കരുതുന്നുണ്ടെന്ന്. ഹി ലവ്സ് യു അൺകണ്ടീഷണലി. ബിലീവ് ദാറ്റ്. വിശ്വസിക്കുക. പിശാച് ഇങ്ങനെ മനസ്സിൽ വന്ന് ഓരോന്ന് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒക്കെ വന്ന് മനസ്സിൽ വന്ന് പറയും, യു ആർ ഗുഡ് ഫോർ നത്തിങ്, നിന്നെ ദൈവം സ്നേഹിക്കുന്നില്ല. പലപ്പോഴും ഈ പൊസഷനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തികളുടെയൊക്കെ അടുക്കൽ പോകുമ്പോൾ അവരുടെ വീട്ടിലുള്ളവർ തന്നെ പറയും അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ ഭയം എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ അവർ പറയും, ചിലർ പറയും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ ഇങ്ങനെ വീണ്ടും മനസ്സിൽ വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് പിശാച് നിങ്ങളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബന്ധനം ഈ യേശു എന്താണ് ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതെന്നും നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം ഒരിക്കലും അത് അറിയിപ്പിക്കത്തില്ല. ഇന്ന് ഈശോ നിങ്ങളെ നോക്കി പറയുകയാണ്, ജീസസ് ലവ്സ് യു. എന്നിലൂടെ പറയുക ഈശോ നിങ്ങൾ അതിലേക്ക് റീച്ച് ചെയ്യുക. ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈശോ നിങ്ങൾക്ക് ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ഇത് രണ്ട് കാര്യം മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത്തരം തുറന്ന് പറഞ്ഞേ, എൻ്റെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിച്ച്
എനിക്ക് വേണ്ടി കുരിശിൽ അവൻ തന്നെ സമർപ്പിച്ച് എന്നെ നീതീകരിച്ചു. എൻ്റെ ആത്മാവിന് രക്ഷ നൽകി. എൻ്റെ യേശുവിന്റെ വിലപ്പെട്ടവനാണ് ഞാൻ. ദുഷ്ടപിശാചേ, എൻ്റെ ജീവിതത്തിൽ നിന്ന്, തലമുറകളിൽ നിന്ന്, ഭവനത്തിൽ നിന്ന്, എൻ്റെ വരുമാന മാർഗത്തിൽ നിന്ന് കരമെടുക്കുക. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. The moment you say it, devil will flee. കാരണം you are the beloved of Jesus. 1 Petrus 2:9 നിങ്ങൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതരം തുറന്ന് പറഞ്ഞ് എൻ്റെ യേശുവിന്റെ പ്രിയപ്പെട്ടവനാണ് ഞാൻ. ദുഷ്ടപിശാചെ കരമെടുക്കുക. എന്നെ തലമുറയുടെ മേൽ നിന്ന് കരമെടുക്കുക. അപ്പനും അമ്മയും ഇങ്ങനെ പ്രാർത്ഥിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. യേശുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കർത്താവിന്റെ സ്വന്തമാണെന്നുള്ള ബോധ്യത്തിൽ കർത്താവിന്റെ കൂടെ നിന്ന്. അപ്പൊ നിങ്ങളല്ല ദുഷ്ടനെ നേരിടുന്നത്, കർത്താവാണ് നേരിടുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളേതാണ്ട് നമ്മുടെ പൊട്ടാസും കൊണ്ടും ചെറിയ തോക്കും കൊണ്ടല്ല. കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്ന വലിയ സംഭവമുണ്ട്. അതിനകത്ത് പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തി. അതുകൊണ്ട് നെവർ ട്രസ്റ്റ് ഇൻ യുവർ സ്ട്രെങ്ത് ഓർ യുവർ പ്രേയേഴ്സ് ഓർ എനി ഓഫ് തിങ്സ് ദാറ്റ് യു ഡു. ട്രസ്റ്റ് ഇൻ വാട്ട് ഹി ഹാസ് ഡൺ ഫോർ യു ഓൺ ദ ക്രോസ്. നിനക്ക് വേണ്ടി യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ ആശ്രയിച്ച് നീ പ്രാർത്ഥിക്കും. ഏത് പ്രാർത്ഥനയും ചെല്ലാം. പക്ഷെ ആ ചെല്ലുമ്പോൾ നീ ആശ്രയിക്കേണ്ടത് ഈശോയുടെ ബലപ്പെടാൻ ഞാൻ, ഈശോയുടെ സ്വന്തമാണ് ഞാൻ, ഈശോയുടെ മടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഐ ആം ഓൺ ദി വിക്ടോറിയസ് സൈഡ്. എഫെസോസ് 2:6 പൗലോസിലെ പറയുവാണേ, നമ്മൾ സ്വർഗത്തിൽ യേശുവിനോടൊപ്പം ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഈശോ തന്നെ പറഞ്ഞു, എൻ്റെ കൈകളിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, അവരെ ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകത്തില്ല. കർത്താവിൻ്റെ കൈയിരിക്കുന്ന, കർത്താവിൻ്റെ മടിയിലിരിക്കുന്ന ആ ബോധ്യത്തിൽ നിങ്ങൾ വിളിച്ചു പറയണം. നിങ്ങളുടെ വീട്ടിലിരുന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ എന്നെ സ്നേഹിച്ച എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി എന്നെ രക്ഷിച്ചു, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ വിമോചിപ്പിച്ചു, തന്റെ തിരുരക്തം കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു. ഇന്ന് ആ തിരുരക്തം തളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തം കൊണ്ട് ഞാൻ എൻ്റെ ജോലി മേഖലകളെ മുദ്രയിടുന്നു. ആ തിരുരക്തം കൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തെ മുദ്രയിടുന്നു. ആ തിരുരക്തം കൊണ്ട് ഞാൻ എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെ മുദ്രയിടുന്നു. ആ തിരുരക്തം കൊണ്ട് ഞാൻ എൻ്റെ റീജിയനെ മുദ്രയിടുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സമയം തന്നെ ആ റീജിയനിലുള്ള സ്പിരിറ്റുകൾ, ഡിമോണിക് സ്പിരിറ്റ് വിട്ടു. അതിനവിടെ നിൽക്കാൻ പറ്റില്ല. 1 യോഹന്നാൻ 4:4 കാരണം നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യേശുവേ ആരാധന. ഈ വചനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രവാദികളുടെയൊക്കെ പണി തെറിക്കും. അതാണ് ഈ വചനം മനുഷ്യരിലേക്ക് എത്താതെ പിശാച്ച്. വചനമൊക്കെ പല വചനങ്ങൾ ആൾക്കാർ കേൾക്കും. ബട്ട് യു നീഡ് ടു ഡിഗ് ഇൻ ടു the real treasure of the New Testament. 1 യോഹന്നാൻ 4:4 കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ യേശു ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഫ്ലഷിൽ അഹങ്കരിക്കാനല്ല, ഉള്ളിലിരിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ എളിമപ്പെടും, വിശുദ്ധിയിൽ ജീവിക്കും. കുഞ്ഞാടിൻ്റെ വിലയേറിയ തിരുരക്തത്തെ മുറുകെ പിടിച്ച്, കർത്താവിൻ്റെ സാക്ഷ്യത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് സാത്താനെ നീ വിജയിക്കും. അതാ വചനം എഴുതി വെച്ചിരിക്കുന്നത്. റെവലേഷൻ 12:11 കുഞ്ഞാടിൻ്റെ തിരുരക്തം മൂലം, സാക്ഷ്യത്തിൻ്റെ വചനം മൂലം അവർ സാത്താന്റെ മേൽ വിജയം നേടി. വിശ്വസിക്കുക. പിതാവ്, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സ്വർഗ്ഗം നിയോഗിച്ച ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥലം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും സ്വർഗീയമായ അഭിഷേകം കൊണ്ട് ഈ നിമിഷം നിറയപ്പെടട്ടെ. അതാണ് ഈശോയുടെ ആഗ്രഹം കേട്ടോ. നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നിൽക്കുന്ന സ്ഥലം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിൽ അത് ആക്കണം, അത് കൊണ്ടുവരണം. സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിൽ ആ സ്വർഗത്തിന്റെ അഭിഷേകം ഈ ഭൂമിയിൽ നിറയാവാൻ, ഈ ഭൂമിയെ ഒരു സ്വർഗമാക്കും. അതിനുവേണ്ടി യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. താങ്ക് യു ജീസസ്. ജൂതമതത്തിൽ നിന്ന് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ വ്യത്യാസം. ജൂതമതം നിയമമനുസരിച്ച് ജീവിക്കുന്നവർ, അവസാനം ദൈവം വിധികർത്താവ് വരുന്നു, വിധിക്ക് ശേഷം സ്വർഗം നരകം എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ജൂതമതത്തിൻ്റെ, പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റ്. ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന മുതൽ അതിന് വേറൊരു തലം കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നിട്ടുണ്ട്. എന്താ നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഇരുന്ന പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും. അല്ലെങ്കിൽ കർത്താവിന് ഭൂമി വന്ന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് മാത്രമായിരുന്നെങ്കിൽ ഭൂമിയിലെ പോലെ തന്നെയല്ല കർത്താവ് ഞങ്ങളെല്ലാം സ്വർഗത്തിൽ അങ്ങനെയല്ല, സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും.
സ്വർഗത്തിലുള്ള പോലെ തന്നെ സന്തോഷം ഭൂമിയിൽ, സ്വർഗത്തിലുള്ള പോലെ തന്നെ സമാധാനം ഭൂമിയിൽ, സ്വർഗത്തിലുള്ള പോലെ തന്നെ സ്വസ്ഥത ഭൂമിയിൽ. കാരണം ഈ ഭൂമിയിലുള്ള ഫോളൻ ഏഞ്ചൽസിനെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ഭൂമിയെ സ്വാതന്ത്ര്യത്തിലേക്ക്, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്. ഇന്ന് ദൈവം ഈ ഭൂമിയിൽ, ഗോഡ് ഈസ് നോട്ട് ഇൻ ടു ബിസിനസ് ഓഫ് റിലീജിയൻ. ഒരു റിലീജിയനെ വളർത്തി ഞങ്ങളുടെ മതം നിങ്ങളുടെ മതത്തെക്കാളും നല്ലത്, ഞങ്ങളുടെ മതത്തിൽ ആൾ കൂടുന്നത്, അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ദൈവത്തിന് ഒരു പ്രയോജനമില്ല. അത് ദൈവത്തിന് ഇപ്പം നമ്മൾ ഈ ഇന്ത്യയിലൊക്കെ ഈ മതത്തിന്റെ പേരിൽ അടി നടക്കും. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടുള്ള വ്യക്തികൾ ഏത് രാജ്യത്തിന്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പാസ്പോർട്ടിൽ ഒരു മതം ഇല്ല. അതിനകത്ത് ഒരു രാജ്യത്തിന്റെ പൗരനാണ്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ബാക്കിയുള്ള ഇന്റേണൽ സംഭവങ്ങളാണ്. ദൈവത്തിന്റെ ഹൃദയം വചനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ? ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് കൃപയുടെ അഭിഷേകത്തിൽ ഓരോ വ്യക്തിയും നിറയപ്പെടണം. അത് മാത്രമാണ്. അങ്ങനെ അവന്റെ മേൽ ദുഷ്ടൻ നടത്തിയ ഭരണം അവസാനിച്ച് കൃപയുടെ ഭരണം ആരംഭിക്കുകയാണ്, ദൈവത്തിന്റെ ഭരണം. ആ വ്യക്തിക്ക് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ ഒരു വിജയകരമായ ജീവിതമുണ്ട്. എന്നാൽ 3 തലങ്ങൾ അവൻ ഓവർകം ചെയ്യുകൂടി വേണം. ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ കാര്യം കൂടെ പറഞ്ഞു തരണമല്ലോ. 1 ജഡത്തിന്റെ തലം, 2 ലോകത്തിന്റെ തലം, 3 സാത്താൻ. ഇത് 3നെയും ഓവർകം ചെയ്താണ് നമ്മൾ ഈശോയുടെ കൂടെ ഈ ഭൂമിയിലെ മിഷൻ അവസാനിപ്പിച്ച് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഈശോയുടെ കൂടെ തന്നെയാണ്. ഈശോ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ. എന്നാൽ ഈ ഭൂമിയിൽ ഒരു മിഷൻ നമുക്കുണ്ട്. ആ മിഷനകത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഡീപ്പർ ഫെലോഷിപ്പിൽ നമ്മൾ മുമ്പോട്ട് പോകണം. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പാപം ചെയ്യാനുള്ള ആ ഒരു പ്രേരണകൾ, ആ ചിന്തകളെല്ലാം വരും. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതാൻ പറയുന്നത്, നിങ്ങൾ പാപമില്ല എന്ന് പറയുന്നവൻ നുണ പറയുന്നു, അല്ലേ? 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. നമുക്ക് 1 യോഹന്നാൻ 1:8, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മൾ ഇല്ലാതായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും നീക്കം ചെയ്ത് നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കണ്ടോ? അപ്പൊ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഈ ജഡത്തിന്റെ മേഖലയെ നമ്മൾ ആത്മാവിന്റെ അഭിഷേകത്തിൽ ഓവർകം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സഭയിൽ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ, അത് ഉപവാസം എടുത്ത് ദൈവത്തിൽ നിന്നെങ്കിലും കിട്ടാനുള്ള, ദൈവം നമുക്ക് തരാനുള്ളതെല്ലാം ക്രൂശിലെ ബലിയിലൂടെ തന്നു കഴിഞ്ഞു. ഇനി ഉപവസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിലെ മനുഷ്യൻ ശക്തിപ്പെടും. അത് നമ്മുടെ ജഡിക മനുഷ്യനെ മുകളിൽ നിൽക്കും. അപ്പോൾ ആത്മാവിന്റെ അഭിഷേകത്തിൽ നമുക്ക് ജഡത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കും. അങ്ങനെ ജഡത്തെ നിയന്ത്രിച്ച് മറികടക്കണം. അതുപോലെ ലോകം, പിശാച് എപ്പോഴും ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും കാണിച്ച് മറ്റുള്ളവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നമ്മളെ ദൈവം തന്നിട്ടുള്ള കാര്യങ്ങളിലേക്ക് നന്ദിയില്ലാത്തവരാക്കി തീർക്കും. അതായത് ദൈവം ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ തന്നിട്ടുണ്ട്, അല്ലേ? പലപ്പോഴും നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നിൽക്കും. തന്നതിനായിട്ട് നമ്മൾ ഒരിക്കലും നന്ദിയില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഇല്ല എന്ന് പറയുന്നവരിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. അതൊരു ആറ്റിറ്റ്യൂഡാണ്. ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് നന്ദി പറയാൻ പറ്റുന്നത്, ലോകത്തെ ജയിക്കാൻ പറ്റുന്നത്. ദൈവത്തിന്റെ ആത്മാവിൽ നിറയുമ്പോൾ ലോകം തരുന്ന ഈ കംപ്ലയിൻസും ഡിസാറ്റിസ്ഫാക്ഷനും ഒക്കെ മറികടന്ന് നമ്മൾ നന്ദി പറയാൻ തുടങ്ങും. 1 യോഹന്നാൻ 5:5, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാർക്കാണ് ലോകത്തെ ജയിക്കുവാൻ സാധിക്കുന്നത്? അപ്പോൾ ഈ ലോകത്തെ ജയിക്കുന്ന ഒരു അഭിഷേകം, ലോകം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇന്നൊരു അത്ഭുതം ചെയ്താൽ ആ അത്ഭുതത്തെ അപ്രീഷിയേറ്റ് ചെയ്യത്തൊന്നുമില്ല. ലോകം അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊച്ചാക്കാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് ഈ ജീവിതം ദൈവം തന്നില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കാൻ കേൾവിശക്തി ദൈവം തന്നില്ലേ? കാഴ്ചശക്തി ദൈവം തന്നില്ലേ? ദൈവം തന്നിട്ടുള്ള എത്രയോ നന്മകളുണ്ട്. ഇതെല്ലാം മറന്നു പോകും നമ്മൾ. എന്നിട്ട് മറ്റുള്ളവർ അതുകൊണ്ട് എനിക്കിതില്ല എന്ന് പറഞ്ഞ് നമ്മളെ കംപ്ലൈന്റ് ചെയ്യിപ്പിച്ച് നമ്മളെ ലോകത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ദുഷ്ടാരൂപി ശ്രമിക്കും. അതിനെ നമ്മൾ മറികടക്കണം. അത് എത്ര ആത്മീയമായ ഉന്നതനാണെങ്കിലും, മിനിസ്ട്രി ഉള്ളവനാണെങ്കിലും, ശുശ്രൂഷ ഉള്ളവനാണെങ്കിലും, സമ്പന്നനാണെങ്കിലും, ഇറ്റ് ഡസന്റ് മാറ്റർ. എല്ലാവരും ആ ഒരു തലവും ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോകത്തിന്റെ തലം, ജഡത്തിന്റെ തലം, ആൻഡ് ദെൻ ദുഷ്ടാരൂപി സാത്താൻ. അവനെങ്ങനെയാ മറികടക്കുന്നത്? അവൻ ഓൾറെഡി പരാജയപ്പെട്ടവനാണ് കർത്താവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ. എന്നാൽ അതിൽ ആ ബലിയുടെ അഭിഷേകത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ഈശോയുടെ തിരുരക്തം കൊണ്ട്, സാക്ഷ്യത്തിന്റെ വചനം കൊണ്ട് അവന്റെ മേൽ അവർ വിജയം നേടി. ഇത് കേൾക്കുമ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് തോന്നുന്നു. നടക്കുമോ? നടക്കും. അതാണ് വചനം. വചനത്തിൽ നമ്മൾ കാണുന്നത്
വെളിപാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് അവർ അവനെ കുഞ്ഞാടിന് രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷ്യവചനം കൊണ്ടും വിജയിച്ചു. വിജയിക്കുമായിരിക്കും എന്നല്ല, വിജയിച്ചു 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 വിജയിച്ചു. നീ ഒരു വചനം എടുത്ത് വായിച്ചു. എനിക്ക് ഓസ്ട്രേലിയയിൽ എനിക്ക് പരിചയമുള്ള ഒരു മിഷണറി ഉണ്ടായിരുന്നു. അവര് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന ഈ വചനമൊക്കെ എടുത്ത് അവസാനം സാത്താനെ അഗ്നികുണ്ഡത്തിലേക്ക് ദൈവം വലിച്ചെറിയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. വെളിപാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ എടുത്ത് വായിച്ച് അവരിങ്ങനെ പൊട്ടിച്ചിരിക്കും. ദുഷ്ടാരൂപി എന്തൊക്കെ ചെയ്തോ നിന്റെ അവസാനം ഇതാടാന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം അത് പറഞ്ഞ് അവർ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഈ ഭാരം എല്ലാം വിട്ടുപോകും. പിന്നെ പരിശുദ്ധാത്മാവ് അങ്ങ് ടേക്ക് ഓവർ ചെയ്യും. പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടേയിരിക്കും. അൺസ്റ്റോപ്പബിളായ ദൈവപ്രവർത്തികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളെല്ലാ നന്മകളും അനുഭവിക്കണം എന്നാണ്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴത്തേക്ക് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സൃഷ്ടിച്ചത് അല്ലേ. ഒരു ഏദൻ തോട്ടം സൃഷ്ടിച്ച സമയത്ത് ഏദൻ തോട്ടത്തിലെ ഓരോ ഫ്രൂട്ട്സിനും നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് മാങ്ങ, ആപ്പിള്, പൈനാപ്പിള്, ഏത്തപ്പഴം, എല്ലാ ഫ്രൂട്ടിനും ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ. ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന് സെയിം ടേസ്റ്റ് ഉണ്ടോ? കർത്താവ് എല്ലാ സംഭവത്തെ സൂപ്പറായിട്ടാണ് വെറൈറ്റിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതുകൊണ്ട് വചനത്തിൽ പറയുന്ന വിഡ്ഢിയാണ് ദൈവമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? അവന് ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ നോക്കിക്കുക, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദൈവം ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ വീടിന് വെള്ളോട്ട് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതറിയാം. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു നന്മകൾ, ഈ സൃഷ്ട പ്രപഞ്ചം ദൈവം നിർമ്മിച്ചത് ദൈവമക്കൾ അതിനെ അനുഭവിക്കണം, ആസ്വദിക്കണം, നന്മകൾ അനുഭവിക്കണം. എന്നാൽ ഈ നന്മകൾ ജനങ്ങൾ അനുഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുണ്ട്. ഫോളൻ ഏഞ്ചൽസ്, ലൂസിഫറും അവന്റെ കൂടെ പോന്നവുമായി. അവന്മാരാണ് മനുഷ്യന്റെ ഇടയിൽ കൺഫ്യൂഷനും ഡിവിഷനും അടിയും ബഹളവും ഇട്ട് ഡയറക്റ്റായിട്ട് ഈശോ കുരിശിൽ മരിച്ച കാരണം ഡയറക്റ്റ് അറ്റാക്ക്, അവൻ ഇൻഡയറക്ട്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ ഡിവൈഡ് ചെയ്ത് ബഹളം ഉണ്ടാക്കി, പള്ളികളിൽ തന്നെ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കി മനുഷ്യന്റെ അഭിഷേകത്തെ ചോർത്തി കളഞ്ഞെങ്കിൽ മാത്രമേ ഇവന് ഭരണം നടത്താൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ വയസ്സായിരിക്കും. അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞു നമ്മൾ സർപ്പത്തെ പോലെ നമ്മൾ വിവേകവതികൾ, ഈ ദുഷ്ടന്റെ